ഹായ് എവരി വൺ, എല്ലാവർക്കും ഫാൽക്കനെക്സ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റാണി റഷീദ്. ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് കമ്പനി ബോർഡ് LGSന്റെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് ഇപ്പം നമുക്ക് ഈ ഒരു 2026 കുറേയധികം എക്സാമുകൾ വരുന്നുണ്ട്. ഡിഗ്രി പ്രിലിംസ് ആണെങ്കിലും LGSന്റെ എക്സാം ആണെങ്കിലും ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് മാത്സിന്റെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് റിവിഷൻ പോലെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇന്നത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? LGSന്റെ, അതായത് കമ്പനി ബോർഡ് LGSന്റെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഒരു റിവിഷൻ പോലെയോ ഒരു എക്സാം പ്രിപ്പറേഷൻ പോലെയോ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള ഒരു സെക്ഷൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ LGSന്റെ എക്സാമിന്റെ മാത്സിന്റെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ലഘുഗണിതം, അതായത് സിമ്പിൾ ആയിട്ടുള്ള അരിത്തമെറ്റിക് ക്വസ്റ്റ്യൻസും അതുപോലെ മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പൊ അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെക്ഷനകത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം മാത്സ് ഇപ്പം പഠിക്കാതെ പെൻഡിങ്ങിന് വെച്ചിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യരുത്. നമുക്ക് മാത്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ LGSന്റെ എക്സാം നോക്കിക്കഴിഞ്ഞാൽ 10 മാർക്സ് മാത്സിന്റെ പോർഷനിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതും അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നമ്മൾ മാത്സിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ അതുപോലെ നമ്മൾ റിവിഷൻ ചെയ്ത് പഠിക്കണം. നമ്മൾ വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. എത്രത്തോളം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നു അത്രയും തന്നെ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്തെടുക്കാനുള്ള ഒരു പെർഫെക്ഷൻ നമ്മൾക്ക് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് ഒരിക്കലും മാത്സ് എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റിന് നമ്മൾ ആ ഒരു പെൻഡിങ്ങിലോട്ട് വെക്കാതെ നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് ഇപ്പോൾ ഒരു ദിവസം നമുക്കിപ്പോൾ ഒരു 5 ക്വസ്റ്റ്യൻസേ വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ, മതി. അടുത്തൊരു ദിവസവും നമുക്കൊരു 5 ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ദിവസം അത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഓരോ പോർഷനിലെയും പഠിച്ച് വർക്കൗട്ട് ചെയ്ത് ആ ഒരു ലെവലപ്പ് ചെയ്യുകയാണ്. നമ്മൾ ഇച്ചിരി കൂടി ഉയർന്നു വരുവാണ്. അപ്പോൾ പഠിക്കാതിരിക്കുന്നതിൽ ഭേദമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡെയിലി ഒരു 5ഓ 6ഓ നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് അല്ലേ, നമ്മളുടെ ആ ഒരു ഇതനുസരിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഓക്കെ, ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളുടെ ഈ സെക്ഷനകത്ത് കുറച്ച് മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസും ഉണ്ട്, അതുപോലെ തന്നെ ലഘുഗണിതം ക്വസ്റ്റ്യൻസും ഉണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതനുസരിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നോക്കിയേ, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കും. 400നും 1100നും ഇടയ്ക്ക് 6ന്റെ എത്ര ഗുണിതങ്ങൾ ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതായത് രണ്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ആ രണ്ട് നമ്പേഴ്സിന്റെ ഇടയിൽ 6ന്റെ എത്ര ഗുണിതങ്ങൾ ഉണ്ട് എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതായത് 400നും 1100നും ഇടയ്ക്ക് 6ന്റെ എത്ര ഗുണിതങ്ങൾ ഉണ്ട് എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോ ഇതിന്റെ ഇടയിലുള്ള നമ്പേഴ്സ് മൊത്തവും എഴുതി നോക്കി, അല്ലെങ്കിൽ ഇതിനൊക്കെ 6ന്റെ ഗുണിതങ്ങൾ ഏതാണ് എന്നൊക്കെ നമ്മൾ ഇത്രയും നമുക്ക് ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്ത് നമുക്ക് കളയാനായിട്ട് പറ്റത്തില്ല. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള നമ്മളുടെ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? രണ്ട് നമ്പേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. 400 തന്നിട്ടുണ്ട്, 1100 തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? 400ഉം 1100നെയും ഏതിന്റെ എത്ര ഗുണിതങ്ങൾ എന്നാണ് ചോദിച്ചിരിക്കുന്ന? 6ന്റെ എത്ര ഗുണിതങ്ങൾ ഉണ്ട് എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? 400 എന്ന് പറയുന്ന സംഖ്യ നമ്മൾ 6 കൊണ്ട് ഹരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ 1100 എന്ന് പറയുന്ന സംഖ്യയും നമ്മൾ 6 കൊണ്ട് ഹരിക്കുക. ഓക്കെ, ആദ്യം നമ്മൾ ചെയ്യുന്നത് 400നെ നമ്മൾ 6 കൊണ്ട് ഒന്ന് ഹരിച്ചു നോക്കണം. ഓക്കെ, അങ്ങനെ വരുമ്പം ആദ്യം 6 36, വീണ്ടും നമുക്ക് 40 വന്നു, 6 36. അപ്പൊ ഇവിടെ നമുക്ക് റിമൈൻഡർ, അതായത് ശിഷ്ടം വരുന്നിടം വരെ നമ്മൾ അവിടെ നിർത്തിവെക്കുക. പിന്നീട് ഡെസിമൽ ഒന്നും ഇട്ട് ചെയ്യാനായിട്ട് പോകണ്ട. അപ്പൊ നമുക്ക് ഇതിനകത്തൊന്ന് മനസ്സിലായി, എന്തായാലും 400 എന്ന് പറയുന്നത് 6ന്റെ ഗുണിതമല്ല. കാരണം എന്താ, ഇവിടെ ശിഷ്ടം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്നറിയോ? ഈ പറഞ്ഞ 1100നെയും നമ്മൾ എന്ത് ചെയ്യും? 6 കൊണ്ട് നമ്മൾ ഹരിക്കാനായിട്ട് പോകും. 1100ന്റെ 400നും 1100നും ഇടയിൽ 6ന്റെ എത്ര ഗുണിതങ്ങൾ ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ 1100നെയും നമ്മൾ 6 കൊണ്ട് ഹരിക്കാനായിട്ട് പോവാണ്. അപ്പൊ ആദ്യം 1 6, ഓക്കെ, 8 48, പിന്നെ 20 വരുന്നു, പിന്നെ 3 18. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് തന്നെ വന്നു? 2 ശിഷ്ടം വന്നു. അപ്പൊ 1100ഉം കൃത്യമായിട്ട് 6ന്റെ ഗുണിതമല്ല. കാരണം
400 അല്ല 1100 അല്ലെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ ഇതിന്റെ ഇടയിൽ എത്ര ഗുണിതങ്ങൾ ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ രണ്ടെണ്ണത്തിന്റെയും ഹരണ ഫലങ്ങൾ, അതായത് ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു കോഷ്യന്റ്, ഇംഗ്ലീഷ് നമ്മൾ കോഷ്യന്റ് എന്ന് പറയും, ഓക്കെ, അത് വേണ്ട, ഹരണ ഫലങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടും കൂടെ മൈനസ് ചെയ്ത്, അതായത് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിന്റെ ഇടയിൽ എത്ര ഗുണിതങ്ങൾ ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ ആദ്യത്തെ ഹരണഫലം എന്ന് പറഞ്ഞാൽ 183 ആണ്. രണ്ടാമത്തെ എത്രയാണ്? 66 ആണ്. ഇത് രണ്ടും കൂടി കുറയ്ക്കണം. ഓക്കെ, കുറച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് ഇതിന്റെ ഇടയിലുള്ള എത്ര ഗുണിതങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മൾക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇവിടെ 13, 117 ആൻസർ വന്നിരിക്കുന്നത്. അതായത് ഓപ്ഷൻ എ 117 ഇവിടെ 6ന്റെ ഗുണിതങ്ങൾ. 400-നും 1100-നും ഇടയിൽ 117 ഗുണിതങ്ങളാണ് 6ന് വരുന്നത്. ഓക്കെ, എന്ത് ചെയ്താൽ മതി? രണ്ട് സംഖ്യകൾ തന്നിട്ടുണ്ടായിരുന്നു, 400-ഉം 1100-ഉം തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ 400-നെയും 6 കൊണ്ട് ഹരിക്കുക, 1100-നെയും 6 കൊണ്ട് ഹരിക്കുക. എന്നിട്ട് എന്താ? ഈ രണ്ടെണ്ണവും ഹരിച്ചതിന് ശേഷം ഇതിന്റെ ഹരണഫലങ്ങൾ, അതായത് നമ്മൾ ശിഷ്ടം വരുന്ന എവിടെയാണോ അവിടെ വെച്ച് നിർത്തുക, ഡെസിമൽ ഒന്നും ഇടാനായിട്ട് പോവണ്ട. എന്താണ്? ഈ രണ്ട് ഹരണഫലങ്ങളും തമ്മിൽ കുറയ്ക്കുക. അതായിരിക്കും ഇതിന്റെ ഇടയിൽ വരുന്ന ഗുണിതങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ 117 ആണ് ആൻസർ വരുന്നത്. 400-നെയും 6 കൊണ്ട് ഹരിക്കുക, അതുപോലെ 1100-നെയും 6 കൊണ്ട് ഹരിക്കുക. എന്നിട്ട് ഈ രണ്ട് ഹരണഫലങ്ങളും കൂടി കുറയ്ക്കണം. ഇവിടെ 183 ആണ്, ഇവിടെ 66. ഈ 183-ഉം 66-ഉം കൂടെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് അവിടെ ആ ഗുണിതങ്ങളുടെ എണ്ണം കിട്ടും. അതായത് 117 ആണ് ഉത്തരം വരുന്നത്. അതായത് ഓപ്ഷൻ എ 117 ആണ് ആൻസർ. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡ് നമ്മൾ ചെയ്യുന്നത്. എത്രന്റെ ഗുണിതങ്ങളാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ രണ്ടെണ്ണത്തിനെയും നമ്മൾ 6 കൊണ്ട് ഹരിക്കുന്നു. ഈ രണ്ടെണ്ണത്തിലും കിട്ടുന്ന ഹരണഫലങ്ങളെ തമ്മിൽ കുറയ്ക്കുന്നു. അങ്ങനെ എത്ര ഗുണിതങ്ങൾ ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പൊ 117 ആണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. അതായത് ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ഓക്കെ ആണല്ലോ? രണ്ട് സംഖ്യകൾ തന്നിട്ടുണ്ടായിരുന്നു, ആ രണ്ട് സംഖ്യകൾ 6 കൊണ്ട് ഹരിക്കുന്നു. ഇതിന്റെ ഹരണഫലങ്ങളെ നമ്മൾ പരസ്പരം കുറയ്ക്കുന്നു. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ അതിന്റെ ഇടയിൽ വരുന്ന ഗുണിതങ്ങളുടെ എണ്ണം നമുക്ക് കിട്ടും. അതായത് 117 ആണ് ഉത്തരം വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. താഴെ കൊടുത്ത സംഖ്യകളിൽ 12ന്റെ ഗുണിതം ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ താഴെ കൊടുത്ത സംഖ്യകളിൽ 12ന്റെ ഗുണിതം ഏത്? 4 സംഖ്യകളുണ്ട്. അപ്പൊ ഇതിനകത്ത് 4 സംഖ്യകളിൽ 12ന്റെ ഗുണിതം ഏത് എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പം ഈ 12ന്റെ ഗുണിതം കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം നമ്മൾ നോക്കേണ്ടത് ഈ തന്നിരിക്കുന്ന സംഖ്യകൾ 3 എന്ന സംഖ്യയുടെ 3ന്റെയും 4ന്റെയും ഗുണിതമാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. അതായത് 3ന്റെയും 4ന്റെയും ഗുണിതമാണ് എങ്കിൽ അത് തീർച്ചയായിട്ടും എന്തായിരിക്കും? 12ന്റെ ഗുണിതമായിരിക്കും. ഓക്കെ, ഒന്നുകൂടെ പറയാം. താഴെ തന്നിരിക്കുന്ന സംഖ്യകൾ എന്ന് പറയുന്നത് 4 ഓപ്ഷനുകൾ നമുക്കുണ്ട്. അതിനകത്ത് 12ന്റെ ഗുണിതം ഏത് എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ 12ന്റെ ഗുണിതം ഏതാണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന സംഖ്യകൾ എന്ന് പറയുന്നത് 3ന്റെ ഗുണിതമാണോ 4ന്റെ ഗുണിതമാണോ എന്ന് നോക്കുക. 3ന്റെയും 4ന്റെയും ഗുണിതമാണെങ്കിൽ അതെന്തായിരിക്കും? 12ന്റെ ഗുണിതമാണ്. ഓക്കെ, അപ്പൊ നോക്കാം. ആദ്യത്തെ ഇത് തന്നെ എടുക്കാം. ഇനി 3ന്റെ ഗുണിതമാണോ എന്ന് എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും? അല്ലെങ്കിൽ 4ന്റെ ഗുണിതമാണോ? ഇപ്പൊ നമുക്ക് ഓരോ നമ്പേഴ്സ് എടുത്തിട്ട് നമ്മൾക്ക് ആ എക്സാം ഹാളിൽ ഇരുന്നിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്താ, ഒരുപാട് ടൈമാണ് നമുക്ക് അവിടെ വേസ്റ്റ് ആയി പോകുന്നത് അല്ലേ? അപ്പൊ അതിന് 3ന്റെ ഗുണിതമാണോ എന്നറിയാൻ വേണ്ടി തന്നിരിക്കുന്ന സംഖ്യകള് എല്ലാം കൂടെ കൂട്ടുമ്പോൾ, സംഖ്യയിലെ അക്കങ്ങൾ എല്ലാം കൂടെ കൂട്ടുമ്പോൾ ഒന്നെങ്കിൽ അത് കൂട്ടിക്കഴിയുമ്പോൾ 3 തന്നെ കിട്ടണം, അല്ലെങ്കിൽ 3ന്റെ ഗുണിതം കിട്ടണം. അങ്ങനെയാണെങ്കിൽ അതെന്തായിരിക്കും? 3ന്റെ ഗുണിതമാണ്. ഓക്കെ, ഇനി 4ന്റെ ആണോ എന്നെങ്ങനെ നോക്കാൻ പറ്റും? തന്നിരിക്കുന്ന അവസാനത്തെ 2 സംഖ്യകൾ ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 4ന്റെ ഗുണിതം. ഓക്കെ, ഇപ്പൊ ഇച്ചിരി നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വന്നു കാണും. ഒന്നുമില്ല, എളുപ്പമാണ്. ഇപ്പം ഒരു ഡിജിറ്റ് എടുത്ത് നോക്കാം. ഇപ്പം നോക്കിക്കേ, 3
8, 16. ഓക്കെ, ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഓപ്ഷൻ വന്നിരിക്കുന്നത്. ആദ്യം ഈ തന്നിരിക്കുന്ന സംഖ്യ 3ന്റെയും 4ന്റെയും ഗുണിതമാണോ എന്ന് നമ്മൾ പരിശോധിക്കാം. അങ്ങനെ 3ന്റെയും 4ന്റെയും ഗുണിതമാണെങ്കിൽ അതെന്തായിരിക്കും? 12ന്റെ ഗുണിതം. 12ന്റെ ഗുണിതമാണോ എന്ന് കണ്ടുപിടിക്കാനുള്ള വഴിയാണ് ആ സംഖ്യ എന്ന് പറയുന്നത് 3ന്റെ ഗുണിതമാണോ അതോ 4ന്റെ ഗുണിതമാണോ എന്ന്. ഓക്കെ, അപ്പൊ ആദ്യം നോക്കിക്കേ, 3ന്റെ ഗുണിതമാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന സംഖ്യയിലെ അക്കങ്ങൾ കൂട്ടി നോക്കുമ്പോൾ അത് 3ഓ 3ന്റെ ഗുണിതമായിരിക്കും. ഇവിടെ നോക്കിക്കേ, ഈ സംഖ്യകൾ ഞാൻ കൂട്ടാം. 3 + 8 + 1 + 6. ഇത് കൂട്ടി കഴിഞ്ഞപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 8 3 11, 11 8 3 11, 11 1 12, 12ഉം 6ഉം എത്രയാണ്? 18. പിന്നെ വീണ്ടും 18 കിട്ടി. അപ്പൊ 18 കിട്ടുമ്പോൾ എന്താണ്? 3ന്റെ ഗുണിതമാണ് അല്ലേ? ഇവിടെ 18 ആണ് കിട്ടിയത്. ഒന്നെങ്കിൽ ഈ സംഖ്യകൾ അക്കങ്ങളെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമ്മൾക്ക് 3 എന്നുള്ളത് കിട്ടണം, അല്ലെങ്കിൽ 3ന്റെ ഗുണിതം കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന സംഖ്യയെ നമുക്ക് 3 കൊണ്ട് എന്താണ്? 3ന്റെ ഗുണിതമാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ ഈ സംഖ്യകളിലെ ഈ തന്നിരിക്കുന്ന സംഖ്യയിലെ അക്കങ്ങളെല്ലാം കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടിയത്? 18. അതായത് 8 3 11, 11 1 12, 12 6 18. ഈ ചെറിയ ചെറിയ സംഖ്യകളൊക്കെ കൂട്ടാൻ അറിയാലോ. അപ്പൊ എന്താണ്? ഇതെന്താ? 3ന്റെ ഗുണിതമാണ്. ഓക്കെ, ഇത് 3ന്റെ ഗുണിതമായി. കാരണം എന്താ? നമുക്ക് കിട്ടിയത് 3ന്റെ മൾട്ടിപ്പിൾ കിട്ടി. അപ്പൊ ഇത് കൂട്ടി നോക്കിയപ്പോൾ നമുക്ക് 3ന്റെ ഗുണിതമായി. ഇനി നോക്കിക്കേ, 4ന്റെ ഗുണിതമാണോ എന്ന് നമ്മൾ ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ 4ന്റെ ഗുണിതമാണോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഒന്നെങ്കിൽ തന്നിരിക്കുന്ന സംഖ്യകളുടെ അവസാനത്തെ രണ്ടക്കം 0 ആയിരിക്കണം, അല്ലെങ്കിൽ 4ന്റെ ഗുണിതമായിരിക്കണം. ഇവിടെ നോക്കിക്കേ, അവസാനത്തെ രണ്ടക്കം എന്ന് പറയുന്നത് 16 ആണ്. 16 എന്ന് പറയുന്നത് എത്രയാണ്? 4ന്റെ ഗുണിതമാണ്. അപ്പൊ ഇതെന്താണ്? 4ന്റെയും ഗുണിതമാണ് ഈ കൊടുത്തിരിക്കുന്ന 3 8 16 എന്ന് പറയുന്ന സംഖ്യ. അപ്പൊ എന്താണ്? ആദ്യത്തെ ഓപ്ഷനകത്ത് തന്നെ നമുക്ക് കിട്ടി. ഓക്കെ, ആദ്യത്തെ ഓപ്ഷനിൽ തന്നെ നമുക്ക് കിട്ടി ഈ 3 8 16 എന്നുള്ള സംഖ്യ 3816 3ന്റെ ഗുണിതമാണ്, 4ന്റെ ഗുണിതമാണ്. അങ്ങനെ 3ന്റെ ഗുണിതവുമായി 4ന്റെ ഗുണിതവുമായി കഴിഞ്ഞാൽ അതെന്താണ്? 12ന്റെ ഗുണിതമാണ്. അപ്പൊ നമ്മളുടെ ആൻസർ ഏതാ? 3816. അതായത് ഓപ്ഷൻ എ ആണ് ആൻസർ. ഇനി അടുത്ത നമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം രണ്ടാമത്തെ ഓപ്ഷൻ എടുത്തു 3 2 4 7. ഇപ്പൊ അതൊന്ന് കൂട്ടി കഴിഞ്ഞാൽ 3 2 5, 5 4 9, 9 7 16 ആണ്. അപ്പൊ അത് 3ന്റെയും ഗുണിതമല്ല, 4 7 ആണ് അവസാനത്തെ സംഖ്യ, 4ന്റെയും അല്ല. അത് തെറ്റിപ്പോയി. ഇപ്പൊ 3 6 4 9 ഇത് എന്തായാലും 4ന്റെ അല്ല. കാരണം അവസാനത്തെ സംഖ്യ രണ്ടക്കം എത്രയാണ്? 49 ആണ്. 49 എന്ന് പറയുന്നത് 4ന്റെ ഗുണിതമല്ല. അപ്പം ഇത് കൂട്ടിക്കഴിഞ്ഞാലും 6 3 9, 9 4 13 9 22 വരുന്നുള്ളൂ. അത് 3ന്റെ അല്ല. പിന്നെ അടുത്ത അവസാനത്തെ നോക്കിക്കഴിഞ്ഞാലും 4 7 ആണ് വരുന്നത്. അതെന്താണ്? 4ന്റെ. അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ 3816 എന്ന് പറയുന്നതാണ് നമ്മളുടെ ഉത്തരം വരുന്നത്. അപ്പം 12ന്റെ ഗുണിതം നമ്മളോട് ചോദിക്കുകയാണ്. അപ്പൊ 4 ഓപ്ഷൻസ് തരുന്നു. അതിനകത്തു നമ്മൾക്ക് 12ന്റെ ഗുണിതം നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം എന്താ നോക്കേണ്ടത്? 12ന്റെ ഗുണിതമാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ തന്നിരിക്കുന്ന സംഖ്യ 3ന്റെ ഗുണിതമാണോ 4ന്റെ ഗുണിതമാണോ എന്ന് നോക്കുക. ഇനി 3ന്റെ ഗുണിതമാണോ എന്ന് എങ്ങനെയാ നമ്മൾ ചെക്ക് ചെയ്യുന്നത്? തന്നിരിക്കുന്ന സംഖ്യയിലെ അക്കങ്ങളെല്ലാം കൂടെ കൂട്ടിക്കഴിയുമ്പോൾ ഒന്നെങ്കിൽ 3ഓ അല്ലെങ്കിൽ 3ന്റെ ഗുണിതമോ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യ 3ന്റെ ഗുണിതമായിരിക്കും. ഇനി 4ന്റെ ആണോ എന്ന് എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്? തന്നിരിക്കുന്ന സംഖ്യയിലെ അവസാനത്തെ രണ്ടക്കം 0ഓ അല്ലെങ്കിൽ 4ന്റെ ഗുണിതവുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ 3ന്റെയും ഗുണിതവുമാണ് 4ന്റെയുമാണ്. ഇത് രണ്ടും ഒരുമിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അതെന്താണ്? തീർച്ചയായിട്ടും 12ന്റെ ഗുണിതമാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതാണ് അവിടുത്തെ ആ ഒരു പോയിന്റ്, നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയാം. ഇനിയിപ്പോ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നിങ്ങളോട് പറയുകയാണ് താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യകളിൽ 3ന്റെ ഗുണിതം കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക 4ന്റെ ഗുണിതം കണ്ടുപിടിക്കുക. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ നമ്മൾ 3 കാര്യങ്ങൾ പഠിച്ചു അല്ലെ? 12ന്റെ ഗുണിതം കണ്ടുപിടിക്കാനും പഠിച്ചു, അതുപോലെ തന്നെ 3ന്റെ ഗുണിതമാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്? തന്നിരിക്കുന്ന സംഖ്യകളിലെ അക്കങ്ങളെല്ലാം കൂടെ കൂട്ടി 3 ആണോ അതോ 3ന്റെ ഗുണിതമാണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യും. അതുപോലെ ഇപ്പൊ 4ന്റെ ആണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ 4ന്റെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അല്ലേ? അവസാനത്തെ രണ്ടക്കം 0 ആണോ അല്ലെങ്കിൽ
4ന്റെ ഗുണിതമാണോ? അതോടെ അവിടെ പരിപാടി കഴിഞ്ഞല്ലേ? അതിന് വലിയ സ്റ്റെപ്പുകളും കാര്യങ്ങളും ഒന്നും വേണ്ട. ഈ ഒരു ക്വസ്റ്റ്യനകത്ത് തന്നെയാണെങ്കിലും നമ്മൾക്ക് ഈ ഒരു പോയിന്റ് അറിയാം, ഈ ഒരു കോൺസെപ്റ്റ് അറിയാം. ഇങ്ങനെയാണ് 12ന്റെ ഗുണിതം കണ്ടുപിടിക്കുന്നത് എന്ന് നമ്മൾക്ക് അറിയാവുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ സ്റ്റെപ്പുകളൊന്നും എഴുതേണ്ട ആവശ്യമില്ല അല്ലേ? ഈ ഓപ്ഷൻസിൽ തന്നെ നമ്മൾക്ക് ചെക്ക് ചെയ്ത് വിടാം അല്ലേ? 4ന്റെ ആണോ എന്നാണ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പം. അപ്പൊ അവസാനത്തെ 2 അക്കങ്ങൾ നോക്കുക, അത് 4ന്റെ 0 ആണോ അതോ 4ന്റെ ഗുണിതവും അല്ലെങ്കിൽ എന്ന് ഉള്ളതാണെങ്കിൽ അത് 4ന്റെ അല്ല. അപ്പൊ 4ന്റെ വന്നിട്ടില്ലെങ്കിൽ അത് എന്തായാലും 12ന്റെ ഗുണിതമല്ല അല്ലേ? പിന്നെ 3ന്റെ ആണോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. അപ്പം ഈ ഒരു പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എക്സാമിന് പോയിരിക്കുന്ന സമയത്ത് ഇത്രയും സ്റ്റെപ്പ് ഒന്നും എഴുതേണ്ട ഒരു കാര്യമില്ല. ഓപ്ഷൻസിൽ വെച്ച് തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ഏറ്റവും എളുപ്പം 4ന്റെ ഗുണിതമാണോ എന്ന് പരിശോധിക്കാനാണ്. അത് എന്താണ് കിട്ടിയില്ലെങ്കിൽ അപ്പോഴേ നമുക്കറിയാം 4ന്റെ വന്നിട്ടില്ല. അപ്പൊ എന്തായാലും അവിടെ 3ന്റെ വന്നാൽ പോലും 12ന്റെ ഗുണിതമാവില്ല. ഓക്കെ, അങ്ങനെ നമ്മൾ നോക്കി അവിടെ വെച്ച് തന്നെ നമുക്ക് അത് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു പോയിന്റ് മനസ്സിലാക്കി വെക്കും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. താഴെ കൊടുത്തിട്ടുള്ള സംഖ്യകളുടെ തുക കാണുക. തുക എന്ന് പറഞ്ഞ എന്താണ്? താഴെ കൊടുത്തിരിക്കുന്നത് ഡെസിമൽ നമ്പേഴ്സ്, അതായത് ദശാംശ സംഖ്യകൾ, പോയിന്റ് വരുന്ന പോയിന്റ് അല്ലെ, ഡെസിമൽ പോയിന്റ് വരുന്ന ഡിജിറ്റ്സ് സംഖ്യകളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ താഴെ കൊടുത്തിട്ടുള്ള സംഖ്യകളുടെ തുക കാണുക. തുക എന്ന് പറയുമ്പോൾ എന്താണ്? ഇതെല്ലാം കൂടെ കൂട്ടി എത്രയാണ് വരുന്നതെന്ന് നോക്കുക. നമ്മൾ ഒറ്റ നോട്ടത്തിൽ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഇതെല്ലാം കൂടെ കൂട്ടി എഴുതിയാൽ മതി, എന്താണ് ഏറ്റവും എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടുമെന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ എന്താ പ്രശ്നം? ദശാംശം, അതായത് പോയിന്റ് ഉള്ള നമ്പേഴ്സ്, ഡെസിമൽ പോയിന്റ് വരുന്ന സംഖ്യകളാണ്. അപ്പൊ ഓരോ സ്ഥാനങ്ങളിലെ എഴുതുമ്പോൾ നമ്മൾ അത് പ്രത്യേകിച്ച് നോട്ട് ചെയ്ത്, അതായത് തെറ്റാതെ എഴുതി കൂട്ടുക. അല്ലെങ്കിൽ എന്താണ്, നമ്മൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ തെറ്റിപ്പോവാം. ഓരോ പോയിന്റിൽ സംഖ്യകളുടെ സ്ഥാനം അനുസരിച്ച് എഴുതി വേണം നമ്മൾ കൂട്ടാനായിട്ട്. നോക്കിക്കേ, ഇവിടെ 13.07, 21, 0.3, 1.25, 0.137, പിന്നെ 26.546, അങ്ങനെയാണ് നമ്മളുടെ അക്കങ്ങൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഈ 26.546 ആദ്യം എഴുതാം. ഓക്കെ, തുക കാണാനാണ് ചോദിച്ചിരിക്കുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ വരുന്നതുകൊണ്ട് ചിലപ്പോൾ മിസ്റ്റേക്ക് വരും. ഇതിന്റെ ഇടയ്ക്ക് വരുന്ന നമ്പേഴ്സ് ചിലപ്പോൾ നമ്മൾ എടുക്കാതിരിക്കുക. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യുക? ജസ്റ്റ് എടുത്ത നമ്പേഴ്സ് ഒന്ന് ടിക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ്, അത് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പർ അവിടെ കൂട്ടാനായിട്ട് നമ്മൾ മിസ്സായിപ്പോയി, അത് നമുക്ക് എന്താ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ജസ്റ്റ് ഒരു മാർക്ക് ചെയ്യുക. 26.546 നമ്മൾ എടുത്തു. അത് കഴിഞ്ഞ് നമുക്ക് ഏതെടുക്കാം? 21 എടുക്കാം. 21ന് പ്രത്യേകിച്ച് ഡെസിമൽ ഒന്നുമില്ല, 21 എന്നുള്ള സംഖ്യ തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് തെറ്റിപ്പോവാതിരിക്കാൻ വേണമെങ്കിൽ എന്താണ്, ഇവിടെ 3 സീറോസ് കൊടുക്കാം. വേണമെങ്കിൽ പോയിന്റ് കഴിഞ്ഞുള്ള ഡെസിമലിന് ഡെസിമൽ കഴിഞ്ഞിട്ടുള്ള സീറോയ്ക്ക് വിലയൊന്നുമില്ല, വേണമെങ്കിൽ അവിടെ ഇടാം തെറ്റിപ്പോവാതിരിക്കാൻ. അല്ലെങ്കിൽ അങ്ങനെ 21 തന്നെ ഇടുക. അപ്പൊ 21 നമ്മൾ എടുത്തു. പിന്നെ അടുത്ത ഏതാണ് വരുന്നത്? 13.07, അത് നമ്മൾ എടുത്തു, മാർക്ക് ചെയ്യുക. പിന്നെ ഏതാണുള്ളത്? 1.25, 1.25 ഒക്കെ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ ഒന്നും കൊണ്ട് എഴുതി വെക്കരുത്. 1.25, അപ്പൊ കൃത്യമായിട്ടുള്ള സ്ഥാനങ്ങളിൽ വേണം എഴുതാൻ. 1.25, അപ്പൊ അത് നമ്മൾ എടുത്തു. പിന്നെ വരുന്ന ഏതാണ്? 0.3, അത് നമ്മൾ മാർക്ക് ചെയ്തു. പിന്നെ ഏതാണുള്ളത്? 0.137, 0.137. നിങ്ങൾക്കിനി മിസ്റ്റേക്ക് വരും എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഫില്ല് ചെയ്യുന്ന ഈ ഗ്യാപ്പുകളിലെല്ലാം നിങ്ങൾ 0 ഇട്ട് കൊടുത്തു. തെറ്റിപ്പോവാതിരിക്കാനാണ്. 0 ഡെസിമൽ കഴിഞ്ഞ് 0യ്ക്ക് വിലയൊന്നുമില്ല. അപ്പൊ അത് തെറ്റാതിരിക്കാൻ വേണ്ടി നിങ്ങൾ അവിടെ സീറോസ് ഫില്ല് ചെയ്തിട്ട് അങ്ങ് കൂട്ടുക. ഓക്കെ, ഇനി ഇത് ആഡ് ചെയ്താൽ മതി. ഇനി എന്താണ്? കൂട്ടി എഴുതിയാൽ മാത്രം മതി. ഓക്കെ, 7 6 13, ഇഷ്ടം 1, 4 1 5, 7 5 12, 17 20, 2 ഉണ്ട്, 5 2 7, 7 2 9, 9 3 12, 12 1 13. ഇവിടെ 1 ഉണ്ട്, 6 1 7, 8 11, 6 1 7, 7 1 8, 8 3 11, 11 1 12. ഓക്കെ, 2 1 3, 3 2 5, 5 1 6.
അപ്പൊ എത്രയാണ് ആൻസർ വന്നിരിക്കുന്നത്? 62.303. ഏതാണ് ആൻസർ? അതായത് ഓപ്ഷൻ ബി ആണ് ആൻസർ വന്നിരിക്കുന്നത്. 62.303. ഓക്കെ. അപ്പൊ ഡെസിമൽ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ, അതായത് ദശാംശ സംഖ്യകൾ ആഡ് ചെയ്യുന്ന കൂട്ടുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഡെസിമൽ പോയിന്റിന് ശേഷം വരുന്ന സംഖ്യകളെ നമ്മൾ സ്ഥാനം അതായത് അനുസരിച്ചിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് കൂട്ടണം. അല്ലെങ്കിൽ ഇപ്പം ഈ 1.25 നമ്മൾ ഇപ്പുറത്തോട്ടാണ് എഴുതി വെക്കുന്നത് അല്ലെ, 13ന്റെ ഇവിടുന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക എങ്കിൽ എന്താ അവിടെ മിസ്റ്റേക്ക് സംഭവിച്ചു അല്ലെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഇടയ്ക്ക് ഇപ്പൊ പോയിന്റ്സ് വരുന്നില്ല, ഇപ്പൊ നമുക്ക് ഒരേപോലെ കൂട്ടണമെങ്കിൽ ഇതേപോലെ എന്താണ് പൂജ്യങ്ങൾ ഇട്ട് 0 ഇട്ട് നിങ്ങൾ അവിടെ വേണമെങ്കിൽ ആഡ് ചെയ്ത് വെച്ചോളൂ. ഡെസിമൽ കഴിഞ്ഞിട്ട് വരുന്ന ലാസ്റ്റിൽ വരുന്ന സീറോസിനാണ് വിലയില്ലാത്ത. അല്ലാതെ ഇപ്പൊ ഇങ്ങനെ വരുന്ന കേസസിൽ ഇപ്പൊ 62.303 വന്നു, അതിന്റെ അർത്ഥം ഈ ഇടയ്ക്ക് വരുന്ന സീറോയ്ക്ക് വിലയില്ലെന്നല്ല, ലാസ്റ്റ് എൻഡിങ്ങിലുള്ള സീറോസിന് വിലയില്ലെന്നാണ് പറഞ്ഞത്. ഓക്കെ. അപ്പൊ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി 62.303. അതാണ് നമ്മളുടെ ആൻസർ. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ഡെസിമൽ നമ്പേഴ്സ് കൃത്യമായിട്ടുള്ള പൊസിഷനിൽ കൊടുക്കുക, ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 20.009 എത്ര കൂട്ടിയാൽ 50 കിട്ടും? അതാണ് ക്വസ്റ്റ്യൻ. അതും വീണ്ടും ദശാംശ സംഖ്യയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. 20.009 ഈ ഒരു സംഖ്യയോട് എത്ര കൂട്ടിയാലാണ് 50 എന്ന് പറയുന്ന സംഖ്യ കിട്ടുന്നത്? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ കൊടുത്തിരിക്കുന്ന 50-നകത്തു നിന്ന് 20.009 കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആ എത്ര കൂട്ടിയാൽ 50 കിട്ടും എന്നുള്ള സംഖ്യ നമുക്ക് കിട്ടും അല്ലെ. 20.009 എത്ര കൂട്ടിയാൽ 50 കിട്ടും എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? 50-ൽ നിന്നും 20.009 കുറച്ചാൽ മതി. അപ്പൊ നമുക്ക് ആ കൂട്ടേണ്ട സംഖ്യ എത്രയാണെന്നുള്ളത് നമുക്ക് കിട്ടും അല്ലെ. അപ്പൊ 50-നകത്തു നിന്ന് എന്ത് ചെയ്യുക? 50-ൽ നിന്നും 20.009 കുറയ്ക്കണം. ഇനി ഇവിടെ കുറയ്ക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെയും സീറോസ് ഇട്ട് നമ്മൾ ഫില്ല് ചെയ്തിട്ട് വേണം. 50.000 ഡെസിമൽ കഴിഞ്ഞ്, അതായത് പോയിന്റ് കഴിഞ്ഞ് നമ്മൾ 0 കൊടുത്താലും 50 എന്നുള്ളത് തന്നെയാണ്. പക്ഷെ നമ്മൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? 50.00 അങ്ങനെ കൊടുത്തിട്ട് അതിനകത്തു നിന്ന് 20.00 ഓക്കെ അങ്ങനെ നമ്മൾ മൈനസ് ചെയ്യും. അപ്പൊ 50-ൽ നിന്നും ഈ ഒരു സംഖ്യ മൈനസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കൂട്ടണം എന്നുള്ളത് നമുക്ക് ഓക്കെ. അപ്പൊ നോക്കാം. ഇനി ഇത് മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാലോ, നമ്മൾ ഈ ഒരു സംഖ്യയിൽ നിന്ന് നമ്മൾ ബോറോ ചെയ്യുന്നു, അതായത് കടമെടുക്കുന്നു, പിന്നെ ഇവിടെ എല്ലാം 9 കൊടുക്കുന്നു, ഇവിടെ 10 കൊടുക്കുന്നു, അങ്ങനെ മൈനസ് ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ. ഓക്കെ. ഇനി ഇവിടെ നമ്മൾ ഒരെണ്ണം കടമെടുക്കുന്നു, അതായത് ബോറോ ചെയ്യുന്നു. നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിക്കുന്ന സംഭവമാണ് അല്ലേ, സബ്ട്രാക്ഷൻ, ബോറോ ചെയ്ത് സബ്ട്രാക്ട് ചെയ്യുന്ന ഒക്കെ നമ്മൾ പഠിച്ച സംഭവങ്ങളാണ്, അതൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പം ഇത് എടുക്കുമ്പോൾ ഇവിടെ സീറോസ് ഇട്ട് കൊടുക്കുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യും. അപ്പൊ 4 ഇവിടെയും 9 9 ഇവിടെ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? 10. ഓക്കെ. 10-ൽ നിന്ന് 9 പോയ 1, പിന്നെ 9 പിന്നെ എത്രയാണ്? 4-ൽ നിന്ന് 2 പോയ 2. ഏതാണ് ആൻസർ വരുന്നത്? 29.99. ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ചെറുതെ ഒരു എന്താണ് മൈനസ് ചെയ്താൽ മതി, സബ്ട്രാക്ട് ചെയ്താൽ മതി എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ആ സമയത്ത് എന്താണ്, നമുക്ക് ഈ സീറോസ് ഇടാൻ 9 എഴുതേണ്ടടുത്ത് നമ്മൾ 10 എഴുതി വെക്കും, അല്ലെങ്കിൽ അങ്ങനെ 10 എഴുതുന്നിടത്ത് 9 എഴുതി വെക്കും. അങ്ങനെ ആകെ മൊത്തം എന്താണ് തെറ്റി. അപ്പൊ ഇവിടെ ബോറോ ചെയ്തായിരുന്നു ചെയ്തത്, എന്നിട്ട് ഇവിടെ എല്ലാം നമ്മൾ 10-ൽ നിന്ന് 9 പോയ 1, 9 4-ൽ നിന്ന് 2 പോയ 2, 29.991. അതായത് ഓപ്ഷൻ ബി ആണ് അവിടെ ആൻസർ. ഓക്കെ ആണല്ലോ. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇനി നോക്കിക്കേ, 1/2-നും 1/3-നും ഇടയിലുള്ള ഭിന്നസംഖ്യ ഏതാണ്? ഭിന്നസംഖ്യ എന്താണ്? ഫ്രാക്ഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻ ആണ് ഭിന്നസംഖ്യകൾ, ഫ്രാക്ഷൻസ്. ഓക്കെ. അപ്പൊ 1/2-നും 1/3-നും ഇടയിലുള്ള ഭിന്നസംഖ്യ ഏതാണ് എന്നുള്ളത്. 1/2-നും 1/3-നും ഇടയിൽ വരുന്ന ഭിന്നസംഖ്യ ഏതാണ് എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്?
നമ്മൾക്ക് ഇവിടെ നമ്മൾക്ക് യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഇപ്പൊ രണ്ട് ഭിന്നസംഖ്യകൾ തന്നിട്ട് ഇതിന്റെ ഇടയിൽ വരുന്ന ഭിന്നസംഖ്യ ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന രണ്ട് സംഖ്യകളിൽ, അതായത് 1/2 1/3 എന്ത് ചെയ്താൽ മതി? തന്നിരിക്കുന്ന ഭിന്നസംഖ്യയിലെ അംശങ്ങൾ പരസ്പരം കൂട്ടി അംശമായിട്ടും ഛേദങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? താഴെ വരുന്ന സംഖ്യ. അംശം എന്താണ്? ന്യൂമറേറ്റർ, മുകളിലുള്ള സംഖ്യ. താഴെ വരുന്ന ഏതാണ്? ഡിനോമിനേറ്റർ, അതായത് ഛേദം. അപ്പൊ അത് രണ്ടും കൂടെ കൂട്ടിയിട്ട് ഒരു ഭിന്നസംഖ്യയായിട്ട് എഴുതിയാൽ മതി. അതായത് 1 കൂട്ടുമ്പോ 2, 2 3 കൂട്ടുമ്പോ, അപ്പൊ ഇതിന്റെ ഇടയിൽ വരുന്ന ഭിന്നസംഖ്യ ഏതാണ്? ഓപ്ഷൻ ഡി, 2/5, 2/5. അതാണ് നമ്മളുടെ ആൻസർ വരുന്നത്. ചെയ്യുക, രണ്ട് ഭിന്നസംഖ്യകൾ തന്നിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ വരുന്ന ഭിന്നസംഖ്യ കണ്ടുപിടിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന, അതായത് അംശങ്ങൾ പരസ്പരം കൂട്ടി അംശമായിട്ടും ഛേദങ്ങൾ പരസ്പരം കൂട്ടി ഛേദമായിട്ടും എഴുതും. അപ്പം 1 + 1 2, 2 + 3 5. ഏതാണ് ആൻസർ വരുന്നത്? 2 + 2/5. അപ്പം ഓപ്ഷൻ ഡി 2/5. അതാണ് 1/2-നും 1/3-നും ഇടയിൽ വരുന്ന ഭിന്നസംഖ്യ. അല്ലേ? പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു ഐഡിയ നമുക്ക് അറിയാമെങ്കിൽ എന്താണ്? തന്നിരിക്കുന്നതിന്റെ ഇടയിലുള്ള ഭിന്നസംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ആ തന്നിരിക്കുന്ന ഭിന്നസംഖ്യ, അതായത് ഫ്രാക്ഷൻ നമ്പറിലെ അംശങ്ങൾ പരസ്പരം കൂട്ടി അംശമായിട്ടും ഛേദങ്ങൾ പരസ്പരം കൂട്ടി ഛേദമായിട്ടും എഴുതുക. അതായത് അംശം ഛേദം എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. ഓക്കെ, അപ്പൊ ഏതാണ് ആൻസർ വരുന്നത്? 2/5. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏറ്റവും വലുതേത്? വീണ്ടും ഭിന്നസംഖ്യ എന്ന് പറയുന്ന ഒരു പോർഷനിലെ ക്വസ്റ്റ്യൻ ആണ്. ഈ 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, 7/11, 13/17, 3/7, 21/25. ഇതിനകത്തെ ഏറ്റവും വലുത് ഏതാണ് എന്നാണ് നമ്മളുടെ തന്നിരിക്കുന്ന 4 ഓപ്ഷനകത്തെ ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഏതാണ് എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ നമുക്ക് ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് യൂസ് ചെയ്യാം. അതായത് ഈ തന്നിരിക്കുന്ന സംഖ്യകൾ 4 ഓപ്ഷൻ ഒരു പ്രത്യേകതയുണ്ട്. നോക്കിക്കേ, ഇതിന്റെ ഛേദവും അംശവും, അതായത് ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പൊ ആദ്യത്തെ എടുത്തു കഴിഞ്ഞാൽ 7/11, ആ ഛേദവും അംശവും തമ്മിലുള്ള വ്യത്യാസം, അതായത് 11 - 7 ഇത് എത്രയാണ്? 4 ആണ്. ഓക്കെ, അതുപോലെ തന്നെ 17 - 13 ഇതും എത്രയാണ് വ്യത്യാസം വരുന്നത്? 4. ഇനി 7 - 3 എത്രയാണ് വ്യത്യാസം? 4. ഇനി 25 - 21 എത്രയാണ് വ്യത്യാസം? 4. അപ്പൊ ഇങ്ങനെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഒരുപോലെയാണ്. ഏറ്റവും വലിയ അംശം വരുന്ന ഭിന്നസംഖ്യയാണ് ഏറ്റവും വലിയ ഭിന്നസംഖ്യ. ആ ഒരു പോയിന്റ് നമുക്ക് കിട്ടും. അതായത് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 4 എണ്ണത്തിനകത്തെയും അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം ഒരുപോലെയാണ് എങ്കിൽ ഈ 4 എണ്ണത്തിലും അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 4 ആണ്. അതായത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിൽ കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്ന അക്കം എത്രയാണ്? 4 ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ ഒരേപോലെയാണ് വ്യത്യാസമെങ്കിൽ ഇതിനകത്തെ ഏറ്റവും വലിയ അംശം എവിടെയാണോ വരുന്നത്, ഏത് അക്കത്തിലാണ്, ഏത് ഭിന്നസംഖ്യക്കാണോ വരുന്നത്, ആ ഭിന്നസംഖ്യ ആയിരിക്കും ഏറ്റവും വലുത്. ഇവിടെ നോക്കിക്കേ, ഏറ്റവും വലിയ അംശം ഏതിനാണുള്ളത്? 21 ആണ് ഏറ്റവും വലിയ അംശം. അപ്പൊ അതായിരിക്കും ഏറ്റവും വലിയ ഭിന്നസംഖ്യ. അതായത് ഓപ്ഷൻ ഡി 21/25. ഇതോടെ പറയാം, തന്നിരിക്കുന്ന 4 ഭിന്നസംഖ്യകളിലെ ഏറ്റവും വലുത് ചോദിക്കും. അപ്പൊ ഈ തന്നിരിക്കുന്ന 4 സംഖ്യകളിൽ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഇതിന്റെ അംശവും ഛേദവും തമ്മിൽ കുറച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇപ്പൊ നോക്കിക്കേ, 11 7 4 കുറച്ചു കഴിഞ്ഞാൽ 17 - 13 4, 7 - 4, 25 - 21 4. അപ്പൊ 4 ആണ് ഇവിടെ വ്യത്യാസം. 4 സംഖ്യകളിലെ വ്യത്യാസം 4 ആണ്. അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ, അതായത് ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസിന് നമ്മൾ എന്ത് ചെയ്യുക? അവിടെ ഏറ്റവും വലിയ അംശം ഏതിനാണോ, ഏത് ഭിന്നസംഖ്യക്കാണോ അതായിരിക്കും ഏറ്റവും വലിയ ഭിന്നസംഖ്യ. അപ്പൊ ഇവിടെ ഏതാണ്? 21 ആണ് ഏറ്റവും വലിയ അംശമുള്ളത്, അതായത് ന്യൂമറേറ്റർ വരുന്നത്. അപ്പൊ ഏതാണ് ഏറ്റവും വലിയ ഭിന്നസംഖ്യ? 21/20. അപ്പൊ ആ പോയിന്റ് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലോട്ട് പോവാം.
ഓക്കെ, അപ്പൊ അടുത്ത ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പേ തന്നെ നമുക്ക് നമ്മളുടെ ഫാൽക്കണക്സ് അക്കാഡമിയിലുള്ള കോഴ്സസിനെ കുറിച്ചൊന്ന് പറയാം. അതായത് ഡിഗ്രി പ്രിലിംസിന്റെ എക്സാം വരികയാണ്. അപ്പൊ അതിനുവേണ്ടി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, കാക്കത്തൊള്ളായിരം എന്നാണ് ആ ഒരു കോഴ്സിന്റെ പേര് പറയുന്നത്, കാക്കത്തൊള്ളായിരം. അപ്പൊ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും കമ്പനി ബോർഡ് അസിസ്റ്റന്റിനും വേണ്ടിയിട്ടുള്ള 500+ hours ഓഫ് ക്ലാസ്സസ് ഉണ്ട്. അതില് 999 ആണ് റേറ്റ് വരുന്നത്. ഇപ്പോഴും ജോയിൻ ചെയ്യാത്തവർക്ക് അവസരമുണ്ട്, ജോയിൻ ചെയ്യുക. പ്രിലിംസ് ഒക്കെ എഴുതാൻ പോകുന്നവരാണ്. ഏപ്രിൽ മെയ് ആ ഒരു ടൈമിൽ പ്രിലിംസ് എക്സാം ഒക്കെ വരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് കമ്പനി ബോർഡ് അസിസ്റ്റന്റും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും ഒക്കെ ആണ് എക്സാം വരുന്നത്. അപ്പൊ അതിന് വേണ്ടി ജോയിൻ ചെയ്യാത്തവര് ഈ ഒരു കോഴ്സസിൽ ജോയിൻ ചെയ്യുക. മാത്രമല്ല 500+ hours ഓഫ് ക്ലാസ്സസ് ആണ്, 999 മാത്രമാണ് റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഓൾറെഡി വിദ്യാരംഭം പർച്ചേസ് ചെയ്തിട്ടുള്ള യൂസേഴ്സിനാണെങ്കിൽ കൂപ്പൺ കോഡ് അവൈലബിൾ ആണ്. 50% ഓഫിന്റെ കൂപ്പൺ കോഡും അവൈലബിൾ ആണ്. അപ്പൊ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. ഈ ഒരു അവസരം, ഈ ഒരു ഓപ്പർച്യൂണിറ്റി മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ വിദ്യാരംഭ 2.0 ലോങ് ടേം ഫൗണ്ടേഷൻ ബാച്ച് 3 ആണ്. ഓക്കെ, ബാച്ച് 3 ആണ്. അവിടെ കമ്പനി ബോർഡ് LGS, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, LDC ബെഫ്കോ, LDC 2027 ഇത്രയധികം എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള വിദ്യാരംഭ 2.0 ലോങ് ടേം ഫൗണ്ടേഷന്റെ ബാച്ച് 3 ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. 699 ആണ് റേറ്റ് വരുന്നത്. ഓൾറെഡി ക്ലാസ്സസ് ഒക്കെ January 20th സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഇപ്പോഴും ജോയിൻ ചെയ്യാത്തവർക്ക് അവസരമുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ജോയിൻ ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ പോലും നിങ്ങൾക്ക് എന്താണ് ഇപ്പോഴും അവസരം, ജോയിൻ ചെയ്യുക, പഠിക്കുക. ഇത്രയും അധികം എക്സാമുകളുണ്ട്. അതിൽ 2027 വരാൻ പോകുന്ന എക്സാമിന്റെ ക്ലാസ്സസും ഉണ്ട്. അതായത് ഫൗണ്ടേഷൻ ബാച്ച് ആണ്, ലോങ് ടേം ഫൗണ്ടേഷൻ കോഴ്സ് ആണ്. സോ എന്താണ്, ജോയിൻ ചെയ്യാത്തവര് ജോയിൻ ചെയ്യുക, ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആക്കുക. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് എന്താ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. 4 കുട്ടികൾക്ക് ശരാശരി 7 വയസ്സ്. അഞ്ചാമതൊരു കുട്ടി ചേർന്നാൽ ശരാശരി 6 വയസ്സ്. അഞ്ചാമന്റെ വയസ്സ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ശരാശരി, അതായത് ആവറേജ് എന്ന് പറയുന്ന ഒരു പോർഷനിൽ വന്നിട്ടുള്ളത് എന്താണ്, 4 കുട്ടികളുടെ, അതായത് 4 കുട്ടികളുണ്ട്, അവരുടെ ഒരു ശരാശരി വയസ്സെന്ന് പറഞ്ഞാൽ 7. അഞ്ചാമതൊരു കുട്ടി കൂടി ചേർന്നു, അഞ്ചാമതൊരു കുട്ടിയും കൂടെ ചേർന്നപ്പോൾ ശരാശരി വയസ്സെന്ന് പറയുന്നത് 6. അതായത് ശരാശരി വയസ്സെന്ന് പറയുന്നത് 1 വയസ്സും കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അഞ്ചാമന്റെ വയസ്സ് എത്ര? അഞ്ചാമതൊരു കുട്ടി കൂടെ ചേർന്നല്ല, അപ്പൊ ആ അഞ്ചാമന്റെ വയസ്സ് എത്ര എന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ വരുന്നത്. ഒന്ന് നോക്കിക്കേ, ഇവിടെ നിന്ന് തന്നെ നമുക്ക് 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഇതൊരു ചെറിയ അക്കത്തിന്റെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ, അല്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്കറിയാം ശരാശരി എന്ന് പറഞ്ഞാൽ എന്താണ്. ശരാശരി എന്ന് പറയുമ്പോൾ എന്താണ്, മൊത്തം തുക ഡിവൈഡഡ് ബൈ ആ ഒരു എണ്ണം, അത് തമ്മിൽ, അതായത് സം ബൈ നമ്പർ. ആവറേജ് എന്ന് പറയുമ്പോൾ മൊത്തത്തിലുള്ള തുക ഡിവൈഡഡ് ബൈ എത്ര എണ്ണമുണ്ടോ അത് വെക്കുമ്പോൾ അങ്ങനെ നമുക്ക് ശരാശരി കിട്ടുന്നത് ആണല്ലോ. ശരാശരി എന്ന് പറയുമ്പോൾ തുക ബൈ എണ്ണം, തുക ബൈ എണ്ണം, അങ്ങനെ നമുക്ക് ശരാശരി കിട്ടും. അപ്പൊ ഇവിടെ തന്നെ നമ്മൾ ഒന്നൊരു ലോജിക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 4 കുട്ടികളുടെ ശരാശരി എത്ര വയസ്സാണ്, 7 വയസ്സ്. അപ്പൊ 4 കുട്ടികളുടെ വയസ്സിന്റെ തുക നമുക്ക് ഇവിടെ തന്നെ നമുക്ക് കിട്ടും അല്ലേ. 7 × 4 എത്രയാണ്, 28. ഇപ്പൊ ശരാശരി എന്ന് പറഞ്ഞാൽ തുക ബൈ എണ്ണമാണെങ്കിൽ തുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരുന്നത്, തുക എന്ന് പറയുമ്പോൾ ശരാശരി × എണ്ണം അല്ലേ. ഇത് ചെറിയ നമ്പേഴ്സ് ആയതുകൊണ്ടാണ് ഈ ഒരു രീതി പറയുന്നത്. അല്ലാതെ നമ്മൾക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, അതും പറയാം. ഏതാണ് നിങ്ങൾക്ക് എന്താണ് കംഫോർട്ടബിൾ, നിങ്ങൾക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ അത് ചോദിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ 7 × 4 28 ആണ് 4 കുട്ടികളുടെ വയസ്സിന്റെ തുക. ഇപ്പൊ 5 കുട്ടികളുടെ വയസ്സിന്റെ തുക എത്രയായിരിക്കും, 5 × 6 അപ്പൊ 4 കുട്ടികളുടെ വയസ്സിന്റെ തുക 20, 5 കുട്ടികളുടെ വയസ്സിന്റെ തുക 30 ആണെങ്കിൽ ആ ചേർന്നിട്ടുള്ള അഞ്ചാമന്റെ വയസ്സ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഈ 5 കുട്ടികളുടെ വയസ്സിൽ നിന്നും 4 കുട്ടികളുടെ വയസ്സ് കുറച്ചാൽ, അല്ല 5 കുട്ടികളുടെ വയസ്സിൽ നിന്നും 4 കുട്ടികളുടെ വയസ്സ് കുറച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ ചേർന്നിട്ടുള്ള അഞ്ചാമന്റെ വയസ്സ് അല്ലേ. എത്രയാണ് അഞ്ചാമന്റെ വയസ്സ് വരുന്നത്? ഓപ്ഷൻ എ 2 ആണ് അഞ്ചാമന്റെ വയസ്സ്.
ഒന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ അല്ലെ, ചെറിയ നമ്പേഴ്സ് ആണ്, ഇതൊക്കെ മനക്കണക്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം. ശരാശരി എന്ന് പറഞ്ഞാൽ അപ്പൊ ശരാശരി തന്നിട്ടുണ്ട്, നമുക്ക് തുക. അപ്പൊ 4 കുട്ടികളുടെ വയസ്സിന്റെ തുക 7 × 4. അതുപോലെ 5 കുട്ടികൾ, അഞ്ചാമതൊരാൾ വന്ന് ചേർന്നു, ശരാശരി വയസ്സെന്ന് പറയുന്നത് 7 നിന്നും 6 ആയിട്ട് മാറി. അപ്പൊ 5 കുട്ടികളുടെ വയസ്സിന്റെ തുക എന്ന് പറയുന്നത് 5 × 6. അങ്ങനാണെങ്കിൽ 30 - 5 കുട്ടികളുടെ മൊത്തം വയസ്സിന്റെ 4 കുട്ടികളുടെ വയസ്സിന്റെ തുക കുറയ്ക്കുമ്പോഴത്തേക്ക് അഞ്ചാമത് ചേർന്ന വയസ്സ്, അഞ്ചാമന്റെ വയസ്സ്, അതായത് 2. ഇങ്ങനെ ചെയ്യും. അല്ലെങ്കിൽ വേറൊരു രീതി എന്ന് പറഞ്ഞാല് വേറൊരു ഇക്വേഷൻ വെച്ച് ഷോർട്ട് കട്ട് ചെയ്യാവുന്ന ഒരു കേസ്. ഇപ്പം 2 കാര്യങ്ങളാണ് ഇവിടെ. ശരാശരി എന്ന് പറയുന്നത്, ഇപ്പൊ 4 കുട്ടികൾ ഉള്ള സമയത്തെ ശരാശരി വയസ്സെന്ന് പറയുന്നത്, അഞ്ചാമതൊരാളും കൂടി വന്ന് ചേർന്നപ്പോൾ ശരാശരി വയസ്സ് എന്തായി? 7 വയസ്സിൽ അത് കുറച്ചായിട്ട് മാറി 6 വയസ്സ്. അതായത് ശരാശരി കുറയുകയാണ്. അങ്ങനെ ശരാശരി കുറഞ്ഞാൽ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ആദ്യത്തെ നമ്മളുടെ ശരാശരി ഉണ്ടല്ലോ, ആദ്യം നമ്മളുടെ ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കുന്ന ആദ്യത്തെ ശരാശരി നമ്മൾ എന്ത് ചെയ്യണം? മൊത്തം എണ്ണം മൈനസ് മൊത്തത്തിലുള്ള എണ്ണം ശരാശരി. ഓക്കെ, മൊത്തം എണ്ണം ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം. ഓക്കെ, ഇതൊക്കെ നമ്മൾ റെഫറൻസ് എഴുതുന്ന മനസ്സിലാക്കി വെക്കും. ശരാശരി കുറയുകയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ ശരാശരി മൊത്തത്തിൽ എത്ര ശരാശരി. ഇവിടെ ആദ്യത്തെ ശരാശരി എത്രയായിരുന്നു? 4 കുട്ടികൾ, ശരാശരി 7 വയസ്സ്. ആദ്യത്തെ ശരാശരി. പിന്നീട് അഞ്ചാമതൊരാൾ വന്ന് ശരാശരി കുറയുകയാണ് ചെയ്യുന്നത്. അതായത് ആദ്യത്തെ 7 നിന്ന് രണ്ടാമത്തെ 6 വയസ്സ്, രണ്ടാമത്തെ ശരാശരി 6 വയസ്സ് കുറഞ്ഞത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ആദ്യ ശരാശരി 7 മൈനസ് രണ്ടാമത്തെ ശരാശരി എത്രയായിരുന്നു? 6 ശരാശരി. ഓക്കെ, രണ്ടാമതൊരു കുട്ടി ചേർന്നപ്പോൾ ശരാശരി എത്രയായി? 6 വയസ്സ്. അപ്പൊ 7 വയസ്സിൽ 6 വയസ്സ് മാറി. ഓക്കെ, അപ്പൊ എന്താണ് വന്നത്? ആദ്യത്തെ ശരാശരി 7 മൈനസ്, ഇനി മൊത്തത്തിലെ എണ്ണമാണ് ചോദിച്ചത് അല്ലേ? മൊത്തം എണ്ണം പറഞ്ഞാൽ എത്രയാണ്? ഇപ്പൊ എത്രയാണ് മൊത്തം? ആദ്യം 4 ഒരാളും കൂടെ വന്ന് ചേർന്ന് എണ്ണം എത്രയായിട്ട് മാറി? 5 ആയിട്ട്. അപ്പൊ മൊത്തം എണ്ണം 5 ഇൻറ്റു ശരാശരി. ശരാശരി എത്രയായിരുന്നു? 7 ആയിരുന്നു ആദ്യത്തെ ശരാശരി. രണ്ടാമത്തെ ശരാശരി 7 മൈനസ് ആണ് ശരാശരി. അപ്പൊ എത്രയാണ്? 7 മൈനസ് 5 2. അപ്പൊ ഈ ഒരു രീതി ഉപയോഗിച്ച് ചെയ്യും. ആദ്യം പറഞ്ഞ പോലെയും ചെയ്യും. നിങ്ങൾക്ക് ഏതാണോ പോർട്ടബിൾ ആയിട്ട്. ഈ ഒരു കേസിൽ ശരാശരി പറയുന്നത് ആണ്. അതേസമയം ഇതേപോലൊരു ശരാശരി കൂടുമായിരുന്നെങ്കിൽ, ശരാശരി കൂടിയിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ആദ്യ ശരാശരി പ്ലസ് ആണ്. ഇവിടെ കുറഞ്ഞത് കൊണ്ട് ആദ്യത്തെ ശരാശരി പ്ലസ്, മൊത്തത്തിൽ എത്ര? അത് ശരാശരി ആണല്ലോ. ഒന്ന് ഒരാൾ വന്ന് ചേർന്ന സമയം, അതായത് വയസ്സിൽ കൂടുവാണെങ്കിൽ ആദ്യത്തെ ശരാശരി ആകും. കുറഞ്ഞത് മൊത്തത്തിൽ നോക്കിക്കേ. അപ്പൊ എത്രയാണ് ആൻസർ വന്നിരിക്കുന്നത്? 7 മൈനസ് 5 2 ആണ് ആൻസർ. അപ്പൊ ഓപ്ഷൻ എ. അപ്പൊ ഒന്നെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇക്വേഷൻ പെട്ടെന്ന് ഓർമ്മ വരാത്തവരാണെങ്കിൽ എന്താണ്, ഈ ഒരു രീതി ഉപയോഗിച്ച് മൈനസ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഇക്വേഷൻ അറിയാവുന്നവരാണെങ്കിൽ ഇത് യൂസ് ചെയ്യും. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ.
ഇത് നമ്മളുടെ ഡിസ്കൗണ്ട് ശതമാനം, അതായത് ഡിസ്കൗണ്ട് ആ ഒരു പോർഷനിലുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഒരു വസ്തുവിന് തുടർച്ചയായി 20%, 10%, 25% എന്ന രീതിയിൽ ഡിസ്കൗണ്ട് അനുവദിച്ചാൽ ആകെ ഡിസ്കൗണ്ട് എത്ര ശതമാനം എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അതായത് ഒരു വസ്തുവിന് തുടർച്ചയായിട്ട് ആദ്യം എന്താണ് 20% ഡിസ്കൗണ്ട് അനുവദിച്ചു, പിന്നെ 10% ഡിസ്കൗണ്ട് അനുവദിച്ചു, പിന്നെ 25% ഡിസ്കൗണ്ട് അനുവദിച്ചു. ഇങ്ങനെ തുടർച്ചയായിട്ട് 20, 10, 25 എന്ന രീതിയിൽ ഡിസ്കൗണ്ട് അനുവദിച്ചാൽ മൊത്തം ആകെ ഡിസ്കൗണ്ട് എത്ര ശതമാനം എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു വസ്തുവിന്റെ തുടർച്ചയായിട്ട് ഇത്രയും ഡിസ്കൗണ്ട് ശതമാനമാണ് കൊടുക്കുന്നതെന്ന് മാത്രമാണ് നമ്മളുടെ ഇക്വേഷൻ ക്വസ്റ്റ്യനകത്തുള്ളത്. വസ്തുവിന് എത്ര വില കൊടുത്ത് വാങ്ങിയെന്നോ അല്ലെങ്കിൽ വാങ്ങിയ വിലയോ ഒന്നും തന്നെ ഇല്ല. ഇത്രയും എന്താണ് ഡിസ്കൗണ്ട് അനുവദിച്ചു, ആ ഒരു രീതിയിൽ 3 രീതിയിൽ തുടർച്ചയായിട്ട് 3 ഡിസ്കൗണ്ട് അനുവദിച്ചു. അങ്ങനെയാണെങ്കിൽ മൊത്തത്തിൽ ആ ഒരു വസ്തുവിന് ആകെ എത്ര ഡിസ്കൗണ്ട് ശതമാനമാണ്, ഡിസ്കൗണ്ട് എത്ര ശതമാനം എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ആദ്യം നോക്കിക്കേ, നമ്മൾക്ക് ആ ഒരു വസ്തുവിന്റെ വിലയോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല. അപ്പൊ നമുക്ക് ആ ഒരു വസ്തുവിന്റെ ആ വസ്തു വാങ്ങിയ വില എന്നുള്ളത് നമ്മൾക്ക് എന്തെഴുതാം? 100 അല്ലേ? 100 രൂപയാണ് ആ വസ്തുവിന്റെ വില എന്നുള്ളത് നമ്മൾക്ക് അങ്ങ് സങ്കല്പിക്കാം അല്ലെ? ആ വസ്തുവിന്റെ വില 100 ആണ്. ഓക്കെ, ആദ്യം ഈ പറയുന്ന വസ്തുവിന് 20% ഡിസ്കൗണ്ട് ആണ് അനുവദിക്കുന്നത് അല്ലെ? അപ്പം ഈ വസ്തുവിന് 20% ഡിസ്കൗണ്ട് അനുവദിച്ചാൽ എത്രയാണ്? 20 രൂപ ഡിസ്കൗണ്ട് കിട്ടും. അതായത് 100ൽ നിന്നും 20 രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് 20% ഡിസ്കൗണ്ട് കഴിയുമ്പോൾ ആ വസ്തുവിന്റെ വില എത്രയാകും? 80 രൂപയാകും അല്ലേ? വസ്തുവിന്റെ വില നമുക്കറിയില്ല, വസ്തുവിന് 100 രൂപയാണ് എന്ന് നമ്മൾ സങ്കല്പിക്കുന്നു. ആ 100 രൂപയുള്ള വസ്തുവിന് 20% ഡിസ്കൗണ്ട്, വില കുറവ്, അതായത് ഡിസ്കൗണ്ട് അനുവദിച്ച ആ വസ്തുവിന്റെ വില എത്രയായിട്ട് മാറും? 80 ആയിട്ട് വന്നു. ഇനി എന്താണ്? 20% ഡിസ്കൗണ്ട് കഴിഞ്ഞതിന് ശേഷം 10% ഡിസ്കൗണ്ടും കൂടെ ഇട്ടു അല്ലെ? 10% ഡിസ്കൗണ്ടും കൂടെ കൊടുത്തപ്പം എന്തായി? ഈ 80ലാണ് 10% ഡിസ്കൗണ്ട് വന്നത്. അപ്പം 10/100 ഇൻറ്റു 80 എത്രയാണ് വന്നത്? 8 അല്ലേ? അപ്പം 8 രൂപ വീണ്ടും ഡിസ്കൗണ്ട് കിട്ടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ 80 - 8 72 കിട്ടി. 72 ആണ് വീണ്ടും ഡിസ്കൗണ്ട്. ഇനി അടുത്ത എത്രയാണ്? 25% ഡിസ്കൗണ്ട് വന്നത്. അപ്പം വീണ്ടും 25 ഇൻറ്റു 72. ഓക്കെ, അപ്പൊ ഇവിടെ 4, 72/4 18. ഇനി ലാസ്റ്റ് 100 രൂപയ്ക്കുള്ള സംഗതിയുടെ 100 രൂപയ്ക്ക് വിലയുള്ള സാധനം 20%, 10%, 25% ഡിസ്കൗണ്ടുകൾക്കെല്ലാം ശേഷം കഴിഞ്ഞ് ലാസ്റ്റ് വരുന്ന വില എന്ന് പറയുന്നത് എത്രയാണ്? 54 ആണ്. പക്ഷേ നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? നമ്മൾക്ക് വേണ്ടുന്നത് ഡിസ്കൗണ്ട് എത്ര ശതമാനം ആണെന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം. ഇത് 54 എന്ന് പറയുന്നത് ആ ഒരു വസ്തുവിന് ഡിസ്കൗണ്ടിന് ശേഷം വരുന്ന വിലയാണ്. അതായത് ഇപ്പം നമുക്ക് തെറ്റിക്കാൻ വേണ്ടിയിട്ട് എന്താണ്, ഇപ്പൊ ഇവിടെ 54% എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈ 54 എന്ന് പറയുന്നത് 3 ഡിസ്കൗണ്ടുകൾക്കും ശേഷം വരുന്ന വിലയാണ് ഈ 54 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 72 - 18 54. നമുക്ക് വേണ്ടുന്ന എന്താണ്? ഡിസ്കൗണ്ട് ശതമാനമാണ് വേണ്ടുന്നത്. അപ്പൊ ഡിസ്കൗണ്ട് ശതമാനത്തിന് ഞാൻ D% എന്ന് കൊടുക്കാം അല്ലെ? D% എന്നുള്ളത് കൊടുത്തു. അപ്പൊ എത്രയാണ് ലാസ്റ്റ് വന്നിരിക്കുന്ന ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്? 100 രൂപയുടെ സാധനം 54 രൂപയ്ക്കാണ് കൊടുക്കുന്നത് അല്ലേ? കിഴിവ് ഡിവൈഡഡ് ബൈ വാങ്ങിയ വില എത്രയാണ്? 100 ഇൻറ്റു 100. ഒന്നുമില്ല, 100 - 46, 54 എത്രയാണ്? 46. ഈ 100 നമുക്ക് വെട്ടിക്കളയാം. അപ്പം 46% ഈ പറയുന്ന വസ്തുവിന് ഉള്ള ഡിസ്കൗണ്ടിന്റെ ശതമാനം എന്ന് പറയുന്നത്. ഓക്കെ, ഡിസ്കൗണ്ട് ശതമാനം എന്ന് പറയുന്നത് 46% ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്. ശതമാനം എന്ന് പറഞ്ഞാൽ എന്താണ്? പെർസെൻറ്റേജ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എത്രയാണ് ആൻസർ കിട്ടുന്നത്? 46% ആണ്, അതായത് 46%. അപ്പൊ ആദ്യം നമുക്കറിയില്ല, ഇത്രയും സ്റ്റെപ്പുകളൊന്നും എഴുതേണ്ട കാര്യമൊന്നുമില്ല. എന്താണ്, പെട്ടെന്ന് നമുക്ക് എടുക്കാം. ഇപ്പൊ 100 രൂപയുള്ള ഒരു വസ്തു 20% ഡിസ്കൗണ്ട് കൊടുത്താൽ 80 രൂപയ്ക്ക് കിട്ടും. 80ന് 10% കൊടുത്താൽ വീണ്ടും 8 രൂപ കുറയും, 72 ആകും.
വീണ്ടും അതിന് 25% ഡിസ്കൗണ്ട് കൊടുക്കുകയാണെങ്കിൽ അതിനെന്താണ് 18 രൂപ വീണ്ടും കുറയുന്നു. അങ്ങനെ മൊത്തം 54 രൂപ വരുന്നു. ഡിസ്കൗണ്ട് ശതമാനമാണ് ചോദിച്ചത്. അപ്പൊ ആദ്യത്തെ വിലയിൽ നിന്നും 54 രൂപ കുറഞ്ഞിട്ട് 54 രൂപ, അതായത് അത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന 46 രൂപയുടെ കുറവാണ് വന്നിരിക്കുന്നത്. അപ്പൊ 46%, 46/100 × 100. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി, 46% ആൻസർ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ ജോലി 20 ദിവസം എടുത്ത് പൂർത്തിയാക്കും. എയും ബിയും കൂടി ഒരുമിച്ച് ആ ജോലി പൂർത്തീകരിക്കാൻ 12 ദിവസം എടുക്കുന്നു. ഓക്കെ, എന്നാൽ ബി മാത്രമായി പ്രസ്തുത ജോലി പൂർത്തീകരിക്കാൻ എത്ര ദിവസം എടുക്കും എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഇത് ടൈം ആൻഡ് വർക്ക്, അതായത് സമയവും ജോലിയും എന്ന് പറയുന്ന ഭാഗത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ആദ്യം എന്താ തന്നിരിക്കുന്നത്? എ എന്ന് പറയുന്ന ഒരാള് 20 ദിവസം കൊണ്ടാണ് ആ ജോലി പൂർത്തിയാക്കുന്നത്. ഓക്കെ, എ എന്ന് പറയുന്ന ഒരു വ്യക്തി ജോലി പൂർത്തിയാക്കുന്നത് 20 ദിവസം എടുത്ത് പൂർത്തിയാക്കുന്നു. എയും ബിയും കൂടി ഒരുമിച്ച് ആ ജോലി പൂർത്തിയാക്കുക, അതായത് എയും ബിയും രണ്ടു പേരും കൂടെ ഒരുമിച്ച് ആ ജോലി പൂർത്തിയാക്കുന്നത് 12 ദിവസം കൊണ്ടാണ്. എന്നാൽ ബി മാത്രമായി, അതായത് ബി മാത്രം ഒറ്റയ്ക്ക് ആ ജോലി ചെയ്യുമെങ്കിൽ എത്ര ദിവസം കൊണ്ട് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ എന്താണ്? എ എന്ന് പറയുന്ന ഒരു വ്യക്തി 20 ദിവസം എടുത്താണ് ഒരു ജോലി പൂർത്തീകരിക്കുന്നത്. എയും ബിയും കൂടി ഒരുമിച്ച് ആ ജോലി ചെയ്യുമ്പോൾ 12 ദിവസം കൊണ്ട് ആ ജോലി ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ബി മാത്രമായി പ്രസ്തുത ജോലി പൂർത്തീകരിക്കാൻ എത്ര ദിവസം എടുക്കും എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾക്ക് ഒരു ഷോർട്ട് കട്ട് മെത്തേഡ്, അതായത് ഒരു ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. എന്താണെന്നറിയോ? അതായത് എ എന്ന് പറയുന്ന ഒരാള് ഇത്ര ദിവസം എടുത്ത് ഒരു ജോലി ചെയ്യുന്നു. എയും ബിയും കൂടി ഒരു y ദിവസം, ഇപ്പൊ എ എന്ന് പറയുന്ന ഒരാൾക്ക് വേണമെങ്കിൽ y ദിവസങ്ങൾ കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കുന്നു. y എന്നുള്ളത് എത്ര ദിവസം വേണമെങ്കിലും ആയിക്കോട്ടെ. ക്വസ്റ്റ്യനകത്ത് ഇവിടെ എത്രയാണ്? 20 ദിവസം. ഇനി എയും ബിയും കൂടി ചേർന്ന് ആ ജോലി എങ്ങനെ ചെയ്യും? 12 ദിവസം കൊണ്ട്. അത് വേണമെങ്കിൽ നമ്മൾക്ക് x എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ബി മാത്രമായിട്ട് ആ ഒരു ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഇക്വേഷൻ ആണ് xy/y - x. അതായത് ഇതിനകത്ത് എക്സും വൈയും കണ്ടിട്ടൊന്നും ഒരു പ്രശ്നവും ഇല്ല, അതങ്ങനെ ഒന്നും ഇരിക്കേണ്ട. നമ്മൾ രണ്ട് വേരിയബിൾസ് ഉപയോഗിച്ച്, രണ്ട് ആൽഫബറ്റുകൾ ഉപയോഗിച്ച് രണ്ട് കാര്യങ്ങൾ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം എ ചെയ്യുന്ന ജോലിയുടെ ദിവസം നമ്മൾക്ക് y എന്ന് പറഞ്ഞ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. എയും ബിയും കൂടെ ചെയ്യുന്ന ജോലിയുടെ ദിവസം നമ്മൾക്ക് x എന്ന് പറഞ്ഞ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ബി മാത്രമായിട്ട് ചെയ്യുന്ന ജോലി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ആണ് x × y ഡിവൈഡഡ് ബൈ y - x. x എത്രയാണ്? 12 × 20/20 - 12. ഇനി ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? 12 × 20 എത്രയാണ്? 240/8, അതായത് 30. അപ്പൊ ബി മാത്രമായിട്ട് ആ ജോലി ചെയ്യണമെങ്കിൽ എത്ര ദിവസം വേണം? 30 ദിവസം കൊണ്ടാണ് ബി മാത്രമായിട്ട് ആ ജോലി ചെയ്യേണ്ടത്. ഓക്കെ, ബി മാത്രമായിട്ട് ആ ജോലി ചെയ്ത് എടുക്കേണ്ട സമയം എന്ന് പറയുന്നത് 30 ദിവസം കൊണ്ടാണ് ബി മാത്രമായിട്ട് ആ ജോലി ചെയ്ത് തീർക്കേണ്ടത്. അപ്പൊ നമ്മളുടെ ക്വസ്റ്റ്യനകത്ത് എ എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ഒരു ജോലി 20 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും. എയും ബിയും കൂടെ ഒരുമിച്ച് ചെയ്യുമ്പം അത് 12 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും. അങ്ങനെയാണെങ്കിൽ ഡി എന്ന് പറയുന്ന ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുവാണെങ്കിൽ അത് എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും എന്നുള്ളത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? എ എന്ന് പറയുന്ന വ്യക്തി ചെയ്യുന്ന ദിവസത്തിന്റെ അതിനെ നമ്മൾ y എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, y ദിവസം, ആ y എത്ര ആയിക്കോട്ടെ. ഇവിടെ ഇപ്പൊ 20 ദിവസമാണ്. എയും ബിയും കൂടെ ചെയ്ത് തീർക്കുമ്പോൾ ആ ദിവസം എന്ന് പറയുന്നത് നമ്മൾ x എന്ന് പറഞ്ഞു കൊടുക്കുക. അതായത് അത് ഏതും ആയിക്കോട്ടെ, നമ്മളൊരു അതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. നമുക്കൊരു ഇക്വേഷൻ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു വേരിയബിളിനെ അങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പൊ x. അങ്ങനെയാണെങ്കിൽ എയും ബി മാത്രം ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് xy/y - x. ഇവിടെ x എത്രയാണ്? എയും ബിയും കൂടെ ചെയ്യുന്ന ജോലി, അതായത് 12 ദിവസം. y എന്ന് പറഞ്ഞാൽ എ മാത്രമായിട്ട് ചെയ്യുന്ന ജോലി, അതായത് 20 ദിവസം. പിന്നെ അതിനകത്തോട്ടിട്ട് സോൾവ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. എത്രയാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി,
30 ദിവസം കൊണ്ടാണ് ആ ബി മാത്രമായിട്ട് അത് ചെയ്ത് തീർക്കുക. ഓക്കെ, ഇനി ഓക്കെ ഇനി നോക്കിക്കേ, ഇത് കുറച്ച് ഇച്ചിരി ഇതായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളുടെ എക്സ്പോണൻസ് അല്ലെങ്കിൽ കൃത്യംഗങ്ങൾ എന്ന് പറയുന്ന ഒരു പോർഷനകത്ത് ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇതും നമ്മൾ ഇടയ്ക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കുറച്ച് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇച്ചിരി ഉള്ളൊരു ടഫ് ക്വസ്റ്റ്യൻസും കൂടി നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്ത് പോകണം അല്ലേ. ഏത് രീതിയിൽ വേണമെങ്കിലും ഇപ്പൊ PSCയുടെ ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് ചോദിക്കാം. മാത്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ്, ഏതും എല്ലാം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ നമ്മൾ ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസിന് നമ്മൾ പ്രിപ്പയർഡ് ആയിക്കോണം. എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഓക്കെ, ഒന്ന് നോക്കിക്കേ, 64 1/3 ഇൻറ്റു 8 4/3 ഇൻറ്റു 27 മൈനസ് 1/3 ഇൻറ്റു 36 മൈനസ് 1/2. ഓക്കെ, അപ്പൊ ഈ ഒരു തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ നമ്മൾ സോൾവ് ചെയ്തെടുക്കണം. ഒന്നുമില്ല, ഒന്ന് നോക്കിക്കേ, ഈ 64നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 4ന്റെ ക്യൂബാണ് 64. ഓക്കെ, 64 എന്ന് പറയുന്നത് 4ന്റെ ക്യൂബ്, അതായത് 4 ഇൻറ്റു 4 ഇൻറ്റു 4, അതാണ് 64 എന്ന് പറയുന്നത്. 4ന്റെ ക്യൂബാണ് 64. അപ്പം ഇതിനെ നമുക്ക് 4 ക്യൂബ് ഇൻറ്റു 1/3. ഇനി ഇൻറ്റു ഈ 8 എന്ന് പറയുന്നത് 2ന്റെ ക്യൂബാണ്, അതായത് 2 ഇൻറ്റു 2 ഇൻറ്റു 2. അപ്പൊ 4 ഇൻറ്റു 2 8. അപ്പൊ 2ന്റെ ക്യൂബ്, അപ്പൊ 2 ക്യൂബ് ഇൻറ്റു 1/3 ഇൻറ്റു 27. 27 എന്ന് പറയുന്നത് ഏതിന്റെ ക്യൂബാണ്? 3ന്റെ ക്യൂബാണ്. അപ്പം 3 ക്യൂബ് ഇൻറ്റു മൈനസ് 1/3 ഇൻറ്റു 36. 36 എന്ന് പറഞ്ഞാൽ 6ന്റെ സ്ക്വയർ ആണ്. സോ 6ന്റെ സ്ക്വയർ ഇൻറ്റു മൈനസ് 1/2. ഇത്രയും ഓക്കെ ആണല്ലോ, മനസ്സിലായെന്ന് വിചാരിക്കും. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഇങ്ങനെ റേസ് ടുവിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ, അതായത് എക്സ്പോണൻസിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ഈ മൂന്നും ഇവിടെ നമുക്ക് വെട്ടിക്കളയാം. അതുപോലെ ഇവിടുത്തെ ഈ മൂന്നും ഈ രണ്ടും കൂടെ വെട്ടിക്കളയാം. ബാക്കിയുള്ളതിനെ വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ മതി. ഇപ്പൊ 4/1, 4/1 എന്ന് പറയുന്നത് എന്താണ്? 4 തന്നെയാണ്. 4 ഇൻറ്റു 2/1 എന്ന് പറയുന്നത് 2 തന്നെയാണ്. ഇൻറ്റു ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 3/-1 ആണ്. അതായത് a/-1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 1/a എന്നാണ്. -1 വന്നതുകൊണ്ട് അപ്പൊ ഇവിടെ 3/-1 ആണ്. സോ അങ്ങനെ വരുമ്പം 1/3 ഇൻറ്റു 6/-1 ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതും എങ്ങനെയാണ്? 1/6 എന്ന് തന്നെ നമുക്ക് എഴുതണം. 1/6. ഇത്രയും മനസ്സിലായല്ലോ. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഇതിനകത്ത് ഇനി വെട്ടിക്കളയാനുള്ളതിനെ വെട്ടിക്കളഞ്ഞ് ബാക്കി വരുന്നതിനെ എഴുതുക. ഇപ്പൊ ഇവിടെ 2 വെട്ടി, ഇപ്പൊ ഇവിടെ എത്രയാണ്? 3 അല്ലേ? അപ്പം ഇനി നോക്കിക്കേ, എന്താണ് വരുന്നത്? 4/1 ഇൻറ്റു 2 3/2 6 വരുന്നു. സോറി, ഇവിടെ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു കേട്ടോ. 8/4/3 ആയിരുന്നു അല്ലേ? അപ്പൊ ഇവിടെ 4 ആണേ വരുന്നേ. ഓക്കെ, അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. 8/1/3 അല്ല, 8/4/3 ആണ്. അപ്പൊ അവിടെ 4 ആണ് വരുന്നത്. അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ആണ് നമുക്ക് സംഭവിച്ചത്. കുഴപ്പമില്ല. എന്താണ്? ഇത്രയും വരെ ഓക്കെ ആണല്ലോ. 64/1/3, അതായത് 64 എന്ന് പറയുന്നത് 4/3. അപ്പം 4 ക്യൂബ് ഇൻറ്റു 1/3. ഇനി 8 എന്ന് പറയുന്നത് എന്താണ്? 2/3. അപ്പം 2 അതായത് (3) എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? 2 ഇൻറ്റു 2 ഇൻറ്റു 2, അതായത് 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 2 8. ഇനി ഇവിടെ നേരത്തെ 1 ആയിരുന്നു എഴുതി വെച്ചത്, അല്ല 4 അവിടെ ഉണ്ട് കേട്ടോ. 2 ക്യൂബ് ഇൻറ്റു 4/3 ആണ്. മനസ്സിലായി? അവിടെ 4 ആയിരുന്നു. 1 എന്ന് പറഞ്ഞാൽ ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിച്ച പ്രശ്നമല്ല. ഇനി 27 ഇൻറ്റു 3 ക്യൂബ് ഇൻറ്റു -1/3. അപ്പൊ ഇതുപോലത്തെ ഉള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിയുമ്പോൾ ഒന്നും കൂടി നമ്മൾ പരിശോധിക്കുക. പെട്ടെന്ന് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലൊക്കെ ആ ഒരു സ്ട്രെസ്സിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ മിസ്റ്റേക്കുകളൊക്കെ സംഭവിക്കാം.
ഒന്നും കുഴപ്പമൊന്നുമില്ല. 2, 3 പ്രാവശ്യമൊക്കെ ഒന്ന് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ പ്രശ്നം വരത്തില്ല. ഓക്കെ, അപ്പം 3 ക്യൂബ് ഇൻറ്റു -1/3 6 സ്ക്വയർ ഇൻറ്റു -1/2. ഇനി നമ്മൾ എഴുതാം 4⁻1 4 തന്നെയാണ് വരുന്നത് ഇൻറ്റു 2⁻4 ആണ് നമ്മളുടെ ഇതിനകത്ത് കിടക്കുന്നത്. അതായത് 2⁻4 എന്ന് പറയുമ്പോൾ 2നെ 4 പ്രാവശ്യം മൾട്ടിപ്ലൈ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2, അതായത് 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 2 8, 8 ഇൻറ്റു 2 16. അപ്പം 16 ഇൻറ്റു, ഇനി നേരത്തെ പറഞ്ഞതുപോലെ a⁻−1 എന്ന് പറഞ്ഞാൽ 1/a ആണ് വരുന്നത്. അപ്പൊ 3⁻1 എന്ന് പറയുമ്പോൾ 1/3 ഇൻറ്റു 6⁻−1 എന്ന് പറയുമ്പോൾ 1/6. ഇനി എന്ത് ചെയ്താൽ മതി? ഇനി ഇത് നമുക്ക് വെട്ടാവുന്നതെല്ലാം വെട്ടി ക്യാൻസൽ ചെയ്യുക. ഇവിടെ നോക്കിക്കേ, ഇവിടെ 16, 8, 3. ഇനി എന്താ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ മതി. 8 ഇൻറ്റു 4 32, 32/9. അതാണ് നമ്മളുടെ ആൻസർ വരുന്നത്. 32/9 ആണ് നമ്മളുടെ ആൻസർ. അതായത് ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. 32/9 അതാണ് നമ്മളുടെ ആൻസർ വരുന്നത്. ഒന്നുമില്ല, ഒന്നുകൂടെ പറഞ്ഞു തരാം. ഇത് 64⁻1/3 ഇൻറ്റു 8⁻4/3 ഇൻറ്റു 27⁻−1/3 ഇൻറ്റു 36⁻−1/2. അപ്പൊ നോക്കിക്കേ, 64നെ നമുക്ക് 4ന്റെ ക്യൂബാണ് 64. അതുപോലെ 8 എന്ന് പറഞ്ഞാൽ 2ന്റെ ക്യൂബാണ്. അതുപോലെ 27 എന്ന് പറഞ്ഞാൽ 3ന്റെ ക്യൂബാണ്. 36 എന്ന് പറഞ്ഞാൽ 6ന്റെ സ്ക്വയർ. അപ്പൊ അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതുന്ന സമയത്ത് ഇത് തമ്മിൽ ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റും, വെട്ടിക്കളയാം. എന്നിട്ട് ബാക്കിയുള്ളത് എഴുതി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 3⁻1 എന്ന് പറഞ്ഞാൽ a⁻−1 എന്ന് പറഞ്ഞാൽ 1/a, അതായത് നമ്മൾ ഡിനോമിനേറ്ററിലേക്ക് എഴുതുക എന്നുള്ളതാണ്. അപ്പൊ 4⁻1 4, 2⁻4 ആണ്. അതായത് 2⁻4 എന്ന് പറയുമ്പോൾ 16, 3⁻−1 എന്താണ് 1/3, 6⁻−1 1/6. ഇനി ഇതെല്ലാം ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ ബാക്കി മൾട്ടിപ്ലൈ ചെയ്യുക 32/9. ഇനി ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ പെട്ടെന്ന് നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നില്ല, എവിടെയെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചെന്ന് അറിഞ്ഞാൽ എന്താണ് ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യുക. വൈസ് ഡിസിഷൻ, അതായത് നമ്മൾ ബുദ്ധിപരമായി തീരുമാനിക്കുക. അവിടെ വെച്ചിട്ട് കിട്ടുന്നില്ല, എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, പക്ഷെ ആ ഒരു ടെൻഷനിൽ നമ്മൾക്ക് അത് കിട്ടുന്നില്ല എങ്കിൽ എന്താണ് ഇതുപോലത്തുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുന്നില്ല, എവിടെയോ മിസ്റ്റേക്ക് സംഭവിച്ചു, എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നിയ ഈ ഒരു ക്വസ്റ്റ്യന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് നമ്മളുടെ സമയം നമ്മൾ കളയാതെ അവിടെ സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവുക. എന്നിട്ട് അത് വർക്കൗട്ട് ചെയ്തതിന് ശേഷം അവസാനം വന്നിട്ട് ഈ ക്വസ്റ്റ്യൻ ഇപ്പൊ കിട്ടാത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ എന്താണ് ആ ഒരു ക്വസ്റ്റ്യന് പറ്റിയത്, എവിടെയാണ് മിസ്റ്റേക്ക് എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ ചെയ്യുക. അല്ലാതെ ഇതേ ഒരു ക്വസ്റ്റ്യൻ തന്നെ വെച്ചോണ്ടിരുന്ന് നമ്മൾ മറ്റു ക്വസ്റ്റ്യൻസും ചെയ്യാതെ മാർക്ക് കളയരുത്. ഇത് കിട്ടുന്നില്ല, ഒരു പോയിന്റിൽ ഇതുപോലെ എന്തോ മിസ്റ്റേക്ക് പറ്റി കിട്ടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുക. എന്നിട്ട് അവസാനം ഒരു 5-10 മിനിറ്റോ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ തിരിച്ച് ഈ ക്വസ്റ്റ്യനിലോട്ട് വന്ന് വർക്കൗട്ട് ചെയ്യുക. അങ്ങനെ കോമ്പറ്റേറ്റീവ് എക്സാമുകൾ എഴുതുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ബുദ്ധിപരമായിട്ടുള്ള ഒരു വൈസ് ഡിസിഷൻസ് ഒക്കെ നമ്മൾ എടുത്തിട്ട് വേണം നമ്മൾ എക്സാമുകൾ എഴുതാനായിട്ട്. ഓക്കെ, ഇവിടുത്തെ ആൻസർ എന്താണ്? 32/9. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അതിനു മുമ്പേ മറ്റ് 2 കോഴ്സസിന്റെ കാര്യങ്ങളും കൂടെ പറയാം. അതായത് ഡിഗ്രി പ്രിലിംസിന്റെ ടെസ്റ്റ് സീരീസ് വർക്കൗട്ട് ചെയ്യുന്നത് വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എത്രത്തോളം നമ്മൾ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് പഠിക്കുന്നോ അത്രയും തന്നെ നമ്മളുടെ പെർഫെക്ഷൻ കൂടുകയുള്ളൂ, ലെവലപ്പ് ആവുകയുള്ളൂ. അപ്പം 199 ആണ് അതിന് റേറ്റ് വരുന്നത് ടെസ്റ്റ് സീരീസ്. പിന്നെ ഇപ്പോഴും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിലും ജോയിൻ ചെയ്യുക. ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് സീരീസ് ആണ്. അതുപോലെ തന്നെ കേരള PSCയുടെ കമ്പനി ബോർഡ് LGS ഇപ്പം 2026 വരുന്ന കമ്പനി ബോർഡ് LGSന്റെ ടെസ്റ്റ് സീരീസ് കമ്പനി ബോർഡ് LGSന് വേണ്ടി മാത്രമുള്ള 1500 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. പിന്നെ അതിനകത്ത് 199 ആണ് റേറ്റ് വരുന്നത്. ഇപ്പോഴ് 199 ആണ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ അതിന്റെ റേറ്റ് കൂടും. നേരത്തെ 99 ആയിരുന്നു, പക്ഷെ 99 റുപ്പീസേ ഉള്ളായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് 199 ആയി. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് അത് 399 ആയിട്ട് മാറും. പക്ഷെ ഇപ്പൊ നല്ലൊരു അവസരമാണ്
നിങ്ങൾ 199 തന്നെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ജോയിൻ ചെയ്ത് എന്താണ് ടെസ്റ്റ് സീരീസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക. ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യുന്നത് വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ബെനിഫിഷ്യൽ ആണ്. അപ്പോൾ 199 ആണ് ഇപ്പോഴത്തെ റേറ്റ്. ഈ ഒരു റേറ്റിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക, ടെസ്റ്റ് സീരീസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക, പഠിക്കുക. ഓക്കെ ഓക്കെ ഇനി നമുക്ക് നമ്മളുടെ ക്ലാസ്സിലേക്ക് പോവാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഒരു സൈക്കിൾ 5 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ 25 മിനിറ്റ് എടുത്തു. ഇതേ വേഗതയിൽ 3.5 കിലോമീറ്റർ സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ 5 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ 25 മിനിറ്റ് എടുക്കുന്നു. ഇതേ വേഗതയിലാണ് സൈക്കിൾ, ഒരേ വേഗതയിൽ തന്നെയാണ് പോകുന്നത്. സൈക്കിൾ 5 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് 25 മിനിറ്റ് എടുത്തു. ഇതേ ഒരു സ്പീഡിൽ വേഗതയിൽ പോവുകയാണെങ്കിൽ ഇതേ സൈക്കിൾ 3.5 കിലോമീറ്റർ സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം എത്ര എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. എളുപ്പമല്ലേ? ഇപ്പൊ 5 കിലോമീറ്റർ വേഗത ഒരുപോലെ തന്നെയാണ്. 5 കിലോമീറ്റർ സഞ്ചരിക്കാൻ വേണ്ടി സൈക്കിൾ എടുക്കുന്ന സമയമാണ് 25 മിനിറ്റ്. ഓക്കെ 25 മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ എത്രയാണ് 1 കിലോമീറ്ററിന് വേണ്ടി എടുക്കുന്ന സമയം എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാമല്ലോ, 5 മിനിറ്റ്. പിന്നെ എത്രയാ ചോദിച്ചിട്ടുള്ളത്? 3.5 കിലോമീറ്റർ. 3.5 കിലോമീറ്റർ എടുക്കാൻ വേണ്ടി 1 കിലോമീറ്ററിന് 5 മിനിറ്റ് ആണെങ്കിൽ 3.5 കിലോമീറ്ററിന് 3.5 × 5 എത്ര സമയമാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? അപ്പം 3.5 × 5 എത്രയാണ് വരുന്നത്? 17.5 മിനിറ്റ്. ഓക്കെ അപ്പം ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. അപ്പൊ 5 കിലോമീറ്റർ സഞ്ചരിക്കാൻ വേണ്ടി സൈക്കിൾ 25 മിനിറ്റ് എടുക്കുന്നുണ്ട്. അപ്പൊ 1 കിലോമീറ്ററിൽ നമുക്ക് ഒരു കോമൺ ലോജിക്ക് അപ്ലൈ ചെയ്യാം. ഒരു കോമൺ ഇത് വെച്ചിട്ട് 1 കിലോമീറ്ററിന് 5 മിനിറ്റ് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ 3.5 കിലോമീറ്ററിന് 3.5 × 5 17.5 മിനിറ്റ് സമയമാണ് ആ സൈക്കിള് 3.5 കിലോമീറ്റർ യാത്ര ചെയ്യാൻ എടുക്കുന്ന സമയം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നമ്മുടെ ബോട്ട് മാസ് എന്ന് പറയുന്ന ടോപ്പിക്കില് കേട്ടോ, മെന്റൽ എബിലിറ്റിയിൽ വരുന്ന ഒരു ഭാഗമാണ്. നോക്കിക്കേ, പ്ലസ് എന്നാൽ ഇൻറ്റു, മൈനസ് എന്നാൽ പ്ലസ്. അങ്ങനെയായാൽ 14 + 3 - 4 എത്ര എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അതായത് ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. 14 + 3 - 4 ഇതെത്ര എന്നാണ് നമ്മളുടെ ചോദ്യം. പക്ഷേ ഇതിങ്ങനെ ഇട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇവിടെ പ്ലസിന് പകരം ഇൻറ്റുവും മൈനസിന് പകരം പ്ലസും കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പ്ലസ് എന്ന് പറയുന്ന സ്ഥാനത്ത് ഇൻറ്റുവും മൈനസ് എന്ന് പറയുന്ന സ്ഥാനത്ത് പ്ലസും. ഓക്കെ അങ്ങനെയാണെങ്കിൽ 14 × 3 + 4 അതായത് പ്ലസിന് പകരം ഇൻറ്റു കൊടുക്കണം, മൈനസിന് പകരം പ്ലസ് കൊടുക്കണം. അപ്പൊ അങ്ങനെ ഇത് മാറ്റിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഓക്കെ ഇവിടെ നോക്കിക്കേ, ആദ്യം നമ്മൾ പ്രത്യേകിച്ച് ഇവിടെ മറ്റ് ഇതൊന്നുമില്ല. ഇപ്പൊ ബോർഡ് മാസ് എന്ന് പറയുമ്പോൾ ബ്രാക്കറ്റുകൾ ഉണ്ടാവും, ഓഫ് വരും, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. പക്ഷെ അത്രയധികം ഒന്നും ഇവിടെ കൊടുത്തിട്ടില്ല. ആകെ വരുന്ന എന്തേ ഉള്ളൂ, ഒരു ഇൻറ്റു, ഗുണനവും ഉണ്ട്, ഒരു അഡീഷനും ഉണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ ആദ്യം നമ്മൾ ഗുണിക്കുക, എന്നിട്ട് അതിന്റെ കൂടെ കൂട്ടുക. 14 × 3 എന്ന് പറയുന്നത് എത്രയാണ്? 42. അപ്പൊ 42 + 4 എത്രയാണ്? 46 ആണ് ആൻസർ വരുന്നത്. അതായത് ഓപ്ഷൻ എ 46. ഇത്രയുമില്ല, എളുപ്പമാണ്. ആ അക്കങ്ങൾ എന്ന് വെച്ചാൽ ഇൻറ്റു, പ്ലസിന് പകരം ഇൻറ്റു കൊടുക്കുന്നു, മൈനസിന് പകരം പ്ലസ് ആക്കി ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ആദ്യം നമ്മൾ ഗുണിക്കുന്നു, എന്നിട്ട് അതിലോട്ട് നമ്മൾ ആഡ് ചെയ്യുക. അതായത് 42 + 4 എത്രയാണ് കിട്ടിയത്? 46. അതായത് ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ഓക്കെ ചെറിയൊരു ബോർഡ് മാസിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു, എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നോക്കിക്കേ, നോക്കിക്കോ, 40 കുട്ടികളുള്ള ക്ലാസ്സിൽ വിശ്വനാഥന്റെ റാങ്ക് മുന്നിൽ നിന്നും 19ാമതാണ്. അവസാനത്ത് നിന്ന് വിശ്വനാഥന്റെ റാങ്ക് എത്ര എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഇത് ആ സ്ഥാന നിർണയം ആ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന ഒരു മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഒന്നുമില്ല, മൊത്തത്തിൽ എത്ര ആളുകളുണ്ട്? 40 കുട്ടികളുണ്ട്. ഇത് നമുക്കൊരു ലോജിക്ക് വെച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. അതായത് 40 കുട്ടികളുണ്ട്, മുന്നിൽ നിന്നും വിശ്വനാഥൻ എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ റാങ്ക് എത്രയാണ്? 19ാമത്തെ റാങ്ക് ആണ്. അങ്ങനെയാണെങ്കിൽ പിന്നിൽ നിന്നും വിശ്വനാഥന്റെ റാങ്ക് എത്ര എന്നാണ് നമ്മളുടെ ചോദ്യം വരുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, മൊത്തം 40 പിള്ളേരുണ്ട്, 40 കുട്ടികളുണ്ട്. മുന്നിൽ നിന്നും വിശ്വനാഥന്റെ റാങ്ക് എന്ന് പറയുന്നത് 19ാമത്തെയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നിൽ നിന്നും എത്രയായിരിക്കും?
40 കുട്ടികൾ. മുന്നിൽ നിന്നും വിശ്വനാഥന്റെ റാങ്ക് 19. അപ്പൊ പുറകിൽ എത്ര പേരുണ്ട്? വിശ്വനാഥന്റെ പുറകിൽ 21 പേരും കൂടി ഉണ്ട് അല്ലെ? അങ്ങനെയാണെങ്കിൽ പിന്നിൽ നിന്നും വിശ്വനാഥൻ എത്രാമത്തെ സ്ഥാനത്തായിരിക്കും? പുറകില് 21 പേര് മൊത്തത്തിലുണ്ട്. അപ്പൊ അതിന്റെ തൊട്ട് മുന്നിലായിരിക്കും വിശ്വനാഥൻ വരുന്നത്. അതായത് 22 വരുന്നത്. അതായത് 22. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ലോജിക്ക് വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, എത്ര കുട്ടികളുണ്ടോ 40 മൈനസ് 19 മൈനസ് 1 അങ്ങനെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം, മൊത്തം 40 പേരുണ്ട്, അതിൽ നിന്നും മുന്നിൽ നിന്നും 19ാമത്തെ സ്ഥാനമാണ് വിശ്വനാഥന് വരുന്നത്, മൈനസ് 1. അപ്പൊ 40 മൈനസ് 18 അപ്പൊ എത്ര വരും? 22. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം, അതിനെക്കാട്ടിലും എളുപ്പമാണ് ഇത് അല്ലെ? മൊത്തത്തിൽ 40 കുട്ടികളുണ്ട്, മുന്നിൽ നിന്നും വിശ്വനാഥന്റെ റാങ്ക് 19. അപ്പൊ 19ാമത്തെ സ്ഥാനത്ത് വിശ്വനാഥൻ നിൽക്കുകയാണെങ്കിലും തൊട്ട് പുറകില് 21 പേരും കൂടി നിൽപ്പുണ്ട് അല്ലെ? 21 പേരുണ്ട്. അപ്പൊ പിന്നിൽ നിന്നും വിശ്വനാഥന്റെ സ്ഥാനം എന്ന് പറഞ്ഞ 21 പേരുടെ മുന്നിലാണ് അപ്പൊ വരുന്നത്. അപ്പൊ 22. ഓക്കെ, എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ? ഇനി നോക്കിക്കേ, ഇനി 4 കൊല്ലം മുമ്പ് അമ്മയ്ക്ക് മകളുടെ 3 ഇരട്ടി വയസ്സായിരുന്നു. 6 കൊല്ലം കഴിഞ്ഞാൽ അമ്മയ്ക്ക് മകളുടെ ഇരട്ടി വയസ്സ്. മകളുടെ ഇന്നത്തെ വയസ്സ് എത്ര എന്നാണ് നമ്മളുടെ ചോദ്യം. അപ്പം വയസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വയസ്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ അത് നമ്മളുടെ മെന്റൽ എബിലിറ്റി പോർഷനിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, 2 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, 4 കൊല്ലം മുമ്പ് അമ്മയ്ക്ക് മകളുടെ 4 വർഷം മുമ്പ്, അതായത് 4 കൊല്ലം മുമ്പ് അമ്മയ്ക്ക് മകളുടെ 3 ഇരട്ടി വയസ്സായിരുന്നു. ഇനി 6 കൊല്ലം കഴിഞ്ഞാൽ അമ്മയ്ക്ക് മകളുടെ ഇരട്ടി വയസ്സ്. അങ്ങനെയാണെങ്കിൽ മകളുടെ ഇന്നത്തെ വയസ്സ്, അതായത് ഇപ്പോഴത്തെ പ്രസന്റ് ടൈം, ഇപ്പോഴത്തെ വയസ്സ്, അതായത് ഇന്നത്തെ വയസ്സാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ ആരുടെയൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്? അമ്മ, മകൾ. ഇപ്പൊ 2 കാര്യങ്ങളാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, 4 കൊല്ലം മുമ്പ്. അപ്പൊ 4 കൊല്ലം മുമ്പ് എന്നുള്ളതിനെ ഞാൻ ബിഫോർ എന്ന് എഴുതുവാണ്. ഓക്കെ, 4 ഇയേഴ്സ് ബിഫോർ. മുമ്പ് എന്നുള്ളത് ബിഫോർ. 4 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു? അമ്മയ്ക്ക് മകളുടെ 3 ഇരട്ടി വയസ്സാണ്. അതായത് അമ്മയ്ക്ക് എത്ര വയസ്സുണ്ടോ അതിന്റെ മകൾക്ക് എത്ര വയസ്സുണ്ടോ അതിന്റെ 3 ഇരട്ടി വയസ്സ് അമ്മയ്ക്കുണ്ട്. അപ്പൊ ഇവര് തമ്മിലുള്ള വയസ്സിന്റെ ആ ഒരു റേഷ്യോ അല്ലെങ്കിൽ ഒരു അംശബന്ധം എങ്ങനെയാ വരുന്നത്? അതായത് മകൾക്ക് എത്ര വയസ്സുണ്ടോ, ഇപ്പൊ മകളുടെ റേഷ്യോ എഴുതുവാണ്. ഇപ്പൊ മകൾക്ക് 1 ആണെങ്കിൽ അതിന്റെ 3 ഇരട്ടി വയസ്സ് അമ്മയ്ക്ക് വരും അല്ലെ? അപ്പൊ മകൾക്ക് എത്ര വയസ്സുണ്ടോ അതിന്റെ 3 ഇരട്ടി വയസ്സാണ് അമ്മയ്ക്ക് വരുന്നത്. ഇപ്പൊ മകൾക്ക് ഇപ്പൊ 1 ആണെങ്കിൽ അതിന്റെ 3 ഇരട്ടി വയസ്സാണ് അമ്മയ്ക്ക് വരുന്നത് 4 കൊല്ലം മുമ്പ്. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? 6 കൊല്ലം കഴിഞ്ഞാൽ, 6 വർഷം കഴിഞ്ഞ്, അപ്പൊ 6 കൊല്ലം കഴിയുന്നതിനെ ഞാൻ ആഫ്റ്റർ എന്ന് എഴുതും. അപ്പം 6 കൊല്ലം കഴിഞ്ഞാൽ മകൾക്ക് എത്ര വയസ്സുണ്ടോ അമ്മയ്ക്ക് മകളുടെ ഇരട്ടി വയസ്സ്. അപ്പൊ മകൾക്ക് 6 കൊല്ലം കഴിയുമ്പോൾ വയസ്സിപ്പം റേഷ്യോ എഴുതുമ്പോൾ 1 ആണെങ്കിൽ അതിന്റെ ഇരട്ടി ആയിരിക്കും ആർക്ക് വരുന്നത്? അമ്മയ്ക്ക് വരുന്നത്. അപ്പം മകൾക്ക് 1 ആണെങ്കിൽ അമ്മയ്ക്ക് എത്രയാണ്? ഇരട്ടി. ഇത് റേഷ്യോ ആണ്. നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ആണ് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പം 4 കൊല്ലം മുമ്പ് മകൾക്ക് എത്ര വയസ്സുണ്ടോ അതിന്റെ 3 ഇരട്ടി അമ്മയ്ക്ക്. അപ്പൊ നമ്മൾ എങ്ങനെയാ റേഷ്യോ എഴുതുന്നത്? അമ്മയ്ക്ക് 3 ആണെങ്കിൽ മകൾക്ക് 1. അതുപോലെ 6 കൊല്ലം കഴിയുമ്പോൾ അമ്മയ്ക്ക് 2 ആണെങ്കിൽ മകൾക്ക് 1. അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ റേഷ്യോ എഴുതുന്നത്. ഇനി നമ്മളുടെ ക്വസ്റ്റ്യൻ എന്താണ്? മകൾക്ക് ഉള്ള ഇന്നത്തെ വയസ്സാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ മകളുടെ ഇന്നത്തെ വയസ്സാണ് കാണേണ്ടത്. മകളുടെ ഇന്നത്തെ വയസ്സ്. അപ്പൊ മകളുടെ ഇന്നത്തെ വയസ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ശരിക്കും ഈ ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ ഇന്നത്തെ വയസ്സ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ക്വസ്റ്റ്യനകത്ത് എന്തായാലും ഇപ്പോഴത്തെ വയസ്സുകളുടെ അംശബന്ധം അല്ലെങ്കിൽ റേഷ്യോ അല്ലെങ്കിൽ പ്രസന്റേജ് ഇപ്പോഴത്തെ വയസ്സിന്റെ ഇതേപോലുള്ളൊരു റേഷ്യോ നമുക്ക് എഴുതാൻ പറ്റും. പക്ഷെ നമ്മളുടെ ക്വസ്റ്റ്യനകത്ത്
4 കൊല്ലം മുമ്പും 6 കൊല്ലം കഴിഞ്ഞിട്ടുമുള്ള വയസ്സാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, 4 കൊല്ലം മുമ്പ് ഉള്ള മകളുടെ വയസ്സ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ 6 കൊല്ലം കഴിഞ്ഞിട്ടുള്ള മകളുടെ വയസ്സ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ ഇപ്പൊ 4 കൊല്ലം മുമ്പുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ. 4 കൊല്ലം മുമ്പുള്ളത് കണ്ടുപിടിച്ചാൽ ഇന്നത്തെ വയസ്സ് കണ്ടുപിടിക്കാൻ ഒരു 4 വയസ്സും കൂടെ കൂട്ടിയാൽ പോരെ. 4 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് 4 വയസ്സും കൂടെ മോക്ക് കൂടുമല്ലോ. അപ്പം 4 കൊല്ലം മുമ്പത്തെ നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ. അപ്പൊ 4 കൊല്ലം മുമ്പത്തെ വയസ്സ് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, 4 കൊല്ലം മുമ്പുള്ള വയസ്സ്. അപ്പൊ 4 കൊല്ലം മുമ്പുള്ള വയസ്സെന്ന് പറയുമ്പോൾ ഇതാണ് നമ്മളുടെ റേഷ്യോ. 4 കൊല്ലം മുമ്പത്തെ വയസ്സെന്ന് പറഞ്ഞാൽ അപ്പോഴുള്ള മകളുടെ റേഷ്യോ എത്രയാണ്? 1 ഇൻറ്റു, ശ്രദ്ധിക്കണം, 1. 4 കൊല്ലം മുമ്പത്തെയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. കാരണം നമുക്ക് ഇന്നത്തെ കണ്ടുപിടിക്കാൻ ഇന്നത്തെ റേഷ്യോ നമ്മളുടെ ക്വസ്റ്റ്യനകത്ത് തന്നിട്ടില്ല. ഓക്കെ, അപ്പം 1, അതുപോലെ ഈ 1ന്റെ താഴെ ഉള്ള ഈ റോയിലെ നമ്മൾ മൈനസ് ചെയ്യും. ഇപ്പൊ 1 എടുത്തതിന്റെ തൊട്ട് താഴെ 2ഉം 1ഉം. അപ്പൊ 2 മൈനസ് 1 ഇൻറ്റു, ഇനി നമ്മളിവിടെ വർഷം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ 4 കൊല്ലം മുമ്പത്തെ വർഷം നമ്മളിപ്പോൾ ഇവിടെ എടുക്കുകയാണ് അല്ലേ. 4 കൊല്ലത്തെയാണ് നമുക്ക് എടുക്കേണ്ടത്. പക്ഷേ നമ്മൾ ഇവിടെ വർഷം എടുക്കേണ്ട സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പം ഇന്നത്തെ വയസ്സിന് നമ്മൾ ഇവിടെ പ്രസന്റിലുള്ള നമുക്ക് വർഷമില്ല. എന്തൊക്കെയാണുള്ളത്? 4 കൊല്ലം ബിഫോറും ഉണ്ട്, 6 കൊല്ലം ആഫ്റ്ററും ഉണ്ട്. ഇതൊന്നും അധികം നമ്മൾ ചിന്തിച്ച സമയം ഒരുപാടൊന്നും നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. 2 കാര്യങ്ങൾ ഓർത്താൽ മതി. ഇതേ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് നമുക്ക് ഇന്നത്തെ പ്രായം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾക്ക് ഇന്നത്തെ റേഷ്യോ ഇല്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? മുന്നേ ഉള്ള, ഒന്നെങ്കിൽ മുമ്പുള്ളത് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അത് കഴിഞ്ഞുള്ളത്. ഇവിടെ നമ്മൾ 4 കൊല്ലം മുമ്പുള്ളത് ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു 4 വയസ്സും കൂടെ കൂട്ടിയാൽ മതി അല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ വർഷം എഴുതുമ്പോൾ ഈ തന്നിരിക്കുന്ന 2 വർഷവും കൂടെ കൂട്ടി എഴുതുക. അത് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. അതായത് 6 4 10. ഇനി എന്താ, ഡിനോമിനേറ്ററിൽ വരുമ്പോൾ ഈ തന്നിരിക്കുന്ന 2 എണ്ണവും കൂടി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ്, അതായത് 3 ഇൻറ്റു 1 മൈനസ് 2 ഇൻറ്റു 1. 3 ഇൻറ്റു 1 മൈനസ് 2 ഇൻറ്റു 1, അതെത്രയാണ്? 1. അപ്പൊ 4 കൊല്ലം മുമ്പ് മോൾക്ക് 10 വയസ്സായിരുന്നു. 4 കൊല്ലം മുമ്പ് 10 വയസ്സ്. അപ്പൊ ഇന്നത്തെ വയസ്സ് എത്രയാണ്? 4 കൊല്ലം മുമ്പ് 10 വയസ്സാണെങ്കിൽ ഇന്നത്തെ വയസ്സെന്ന് പറയുമ്പോൾ 14 വയസ്സല്ലേ. 4 കൊല്ലം മുമ്പാണ് 10. അപ്പൊ ഇപ്പോൾ അടുത്ത പ്രായം എത്രയാണ്? 10 പ്ലസ് 4ഉം കൂടെ നമ്മൾ കൂട്ടണം, അതായത് 14 വയസ്സ്. ഓപ്ഷൻ ബി ആണ് അവിടെ ആൻസർ വരുന്നത്. ഓക്കെ, 4 കൊല്ലം മുമ്പ് 10 വയസ്സാണെങ്കിൽ 4 കൊല്ലങ്ങൾക്ക് ശേഷം 14 വയസ്സ് വരും. അപ്പൊ ഇത് ആദ്യമായിട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. നമ്മൾ ഇനി ഓരോ സെക്ഷൻസിലും ഇതേപോലത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടുതൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തറവായിരിക്കും. ആദ്യത്തെ ട്രിപ്പ് കേൾക്കുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും ഒരുപോലെ പിടികിട്ടണമെന്നില്ല. കുറച്ച് സെക്ഷൻസ് നമ്മൾ ഇങ്ങനെ കുറെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ വർക്കൗട്ട് ചെയ്തും അതുപോലെ ടെസ്റ്റ് സീരീസ് ഒക്കെ അറ്റൻഡ് ചെയ്തൊക്കെ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പതിയെ ഇത് ആയിട്ട് ഇതാവും. ആദ്യം കേൾക്കുമ്പോൾ നിങ്ങൾ എന്താണ് ടെൻസ്ഡ് ഒന്നും ആവണ്ട. കുറേ അധികം ക്വസ്റ്റ്യൻസ് ചെയ്തു പോകുമ്പോൾ ക്ലിക്ക് ആയിക്കോളും. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊരു മെന്റൽ എബിലിറ്റിയിലെ ഓഡ് വൺ ഔട്ടിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഓക്കെ, നോക്കിക്കേ, താഴെ കൊടുത്തിട്ടുള്ള പദങ്ങളിൽ വേറിട്ടു നിൽക്കുന്ന പദം ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. എ ചെമ്പ്, ബി അൽനിക്കോ, സി അലൂമിനിയം, ഡി ഇരുമ്പ്. ഇതില് അൽനിക്കോ ആണ് വരുന്നത് കേട്ടോ. അൽനിക്കോ എന്ന് പറയുന്നത് ഒരു എന്താ, ബാക്കി ഇപ്പൊ ചെമ്പ്, അലൂമിനിയം, ഇരുമ്പ് എന്നൊക്കെ പറയുന്നത് മെറ്റൽസ് എലമെന്റ്സ് ആണ്. അതിൽ അൽനിക്കോ ആണ് വരുന്നത്. അൽനിക്കോ എന്ന് പറഞ്ഞാൽ അലൂമിനിയം നിക്കലിന്റെ ഒരു മിശ്രിതമാണ്. ഓക്കെ, ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇതിനകത്ത്. അപ്പൊ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഇതേപോലത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിൽ വേറിട്ട് നിൽക്കുന്ന പദം അൽനിക്കോ ആണ്. അതുപോലെ നമ്മളുടെ അടുത്ത ഒരു കോഴ്സിന്റെ കാര്യം കൂടി പറയാം. LP UP ഫൗണ്ടേഷൻ കോഴ്സ് ആണ്. ഇപ്പോൾ 50% ഓഫ് ആണ് വരുന്നത്. അതായത് 999 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. 500 അവർ ക്ലാസ്സസ് ഉണ്ട്. ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സിലബസ് വൈസ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. സിലബസ് വൈസ് ക്ലാസ്സസ് ആണ്. ക്ലാസ്സസ് ഫെബ്രുവരി 16 സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോഴും ജോയിൻ ചെയ്യാൻ അവസരമുണ്ട്. LP UP എക്സാം ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവര്
ഈ ഒരു കോഴ്സ് വിനിയോഗിക്കുക. 999 മാത്രമാണ് റേറ്റ്. 50% ഓഫ് ആണ് വരുന്നത്. 1 ഇയർ വാലിഡിറ്റി ഉള്ള കോഴ്സാണ്. അപ്പൊ ഇതിന് ജോയിൻ ചെയ്യാത്തവര് എന്ത് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. 1 ഇയർ വാലിഡിറ്റി വരുന്ന കോഴ്സാണ്, ഫൗണ്ടേഷൻ കോഴ്സാണ്, അതുപോലെ സിലബസ് വൈസ് ക്ലാസ്സസ് ആണ്. സോ ജോയിൻ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്ത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. അതും ഈ ഒരു സമാന ബന്ധം വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് കാർഡിയോളജി, ഹൃദയം, നെഫ്രോളജി. ഇപ്പൊ കാർഡിയോളജി എന്ന് പറഞ്ഞാൽ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ, ഹൃദയത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു ഇതാണ് എന്തെന്ന് പറയുന്നത് കാർഡിയോളജി, ആ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട്. നെഫ്രോളജി എന്ന് പറഞ്ഞാൽ ഏതുമായിട്ട് ബന്ധപ്പെടും? നെഫ്രോളജി എന്ന് പറഞ്ഞാൽ വൃക്കകൾ, അതായത് കിഡ്നി, അതുമായിട്ടുള്ള ബന്ധപ്പെട്ട്. ഇതൊക്കെ നമ്മളുടെ സാധാരണ രീതിയിലുള്ള അറിവുകളിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. അപ്പൊ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ചോദ്യങ്ങളാണ്. ഇനി അടുത്ത നോക്കിക്കേ, ഇക്വലന്റ് എന്ന പദവുമായി ബന്ധമില്ല. ഇക്വലന്റ് എന്ന പദവുമായി ബന്ധമില്ലാത്തത് ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. ഇക്വിറ്റി, ഈക്വൽ, ടെയിൽ ലെങ്ത്. അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇവിടെ ഇതിന്റെ സ്പെല്ലിംഗ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ സ്പെല്ലിംഗ് നോക്കിക്കേ, EQUITY. വൈ എന്ന് പറയുന്ന ഒരു ആൽഫബറ്റ് വന്നിട്ടുണ്ട്. പക്ഷെ ഇക്വലന്റ് എന്ന് പറയുന്ന ആ വേർഡിനകത്ത് വൈ എന്ന് പറയുന്ന ഒരു ആൽഫബറ്റ് ഉണ്ടോ? ഇല്ല. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി ബന്ധമില്ലാത്തത് ഏതാണ്? ഇക്വിറ്റി. അപ്പൊ ഈ ഒരു സ്പെല്ലിംഗ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ കണ്ടുപിടിക്കണം കേട്ടോ, ഇക്വിറ്റി. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് കോഴ്സ് ആണ് ഇന്ന് മുതൽ, ഇന്നല്ല ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, SCERTയുടെ ടെസ്റ്റ് സീരീസ് ആണ്. അതായത് ഓൾഡും ന്യൂ സിലബസ് അനുസരിച്ചിട്ടുള്ള SCERTയുടെ ടെസ്റ്റ് സീരീസ് ഉണ്ട്. 7000+ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അത് 299 ആണ് അതിന്റെ റേറ്റ് വരുന്നത്. 299 ആണ്. സോ ജോയിൻ ചെയ്യാത്തവര് ജോയിൻ ചെയ്യുക. അത് മാത്രമല്ല SCERTയുടെ ടെസ്റ്റ് സീരീസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കൂടുതലും SCERT അല്ലേ, ഓൾഡ് സിലബസും ന്യൂ സിലബസും അനുസരിച്ച് ഓൾഡ് SCERT ഉണ്ട്, ന്യൂ SCERT ഉണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട 7000 പരം 7000 ക്വസ്റ്റ്യൻസ് ആണ്. 7000 പരം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം അത് എന്താണ്? 299 ആണ് അതിന്റെ റേറ്റ് വരുന്നത്. സോ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പം 299 റേറ്റ് ആണ്. 7000 പരം ക്വസ്റ്റ്യൻസ്, 7000+ ക്വസ്റ്റ്യൻസ് ആണ്. ഓൾഡ് SCERT ഉണ്ട്, ന്യൂ SCERT ഉണ്ട്. ഓക്കെ, ജോയിൻ ചെയ്യുക. ഇനി നോക്കിക്കേ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. നമ്മളുടെ റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ എന്ന് പറയുന്ന ഒരു ഭാഗത്തിൽ, അതായത് അംശബന്ധം, അതിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഷാജി, ഷാൻ ഇവർ കയ്യിലുള്ള തുക 4:5 എന്ന അംശബന്ധത്തിൽ വീതിച്ചു. എന്നാൽ ഈ തുക 4:3 എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചാൽ ഷാനിന് 640 രൂപ കുറവാണ് കിട്ടുന്നത്. എങ്കിൽ ഇവരുടെ കയ്യിലുള്ള തുക എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നോക്കിക്കേ, ഷാജി, ഷാൻ എന്ന് പറഞ്ഞ 2 വ്യക്തികളുണ്ട്. അവരെ ആദ്യം കയ്യിലുള്ള തുക, അവരുടെ കയ്യിൽ ഒരു തുകയുണ്ട്. അപ്പൊ ഇവര് 2 പേരും കൂടി ആദ്യം തുക വീതിച്ചത് എങ്ങനെയാണ്? 4:5 എന്നുള്ള റേഷ്യോയിലാണ്. എന്നാൽ ഇതേ തുക 4:3 എന്നുള്ള അംശബന്ധത്തിൽ, 4:3 എന്ന് പറയുന്ന അംശബന്ധത്തിൽ ഭാഗിച്ചാൽ ഷാനിന് 640 രൂപ കുറവാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പം 2 രീതിയിലാണ് ഇവരുടെ കയ്യിലുള്ള തുക വീതിക്കുന്നത്. ആദ്യത്തെ ഒരു അംശബന്ധത്തിൽ വീതിച്ചു കഴിഞ്ഞാൽ 4:5, അടുത്ത ഒരു ഇതിൽ വീതിച്ചു കഴിഞ്ഞാൽ 4:3 ആണ് വരുന്നത്. അങ്ങനെ രണ്ടാമത്തെ തവണ വീതിക്കുമ്പോൾ ഷാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് 640 രൂപ കുറവാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ കയ്യിലുള്ള തുക എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് നോക്കിക്കേ, ഇവിടെ 2 പേരാണ് വരുന്നത്, ഷാജിയും പിന്നെ ആരാണ്? ഷാനും. അപ്പൊ ആദ്യം ഇവർ തമ്മിലുള്ള 4/9, ഒരാൾ 4/9 മറ്റേ ആൾക്ക് 5/9 കിട്ടും. എങ്ങനെയാണ് റേഷ്യോയിൽ വരുന്നത്? 4:5 എന്ന് പറയുമ്പോൾ 4/9 എന്ന് പറയുന്നത് ഒരാൾക്ക് കിട്ടുന്നത്, 5/9 എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് കിട്ടുന്നത്. ഇവിടെ ആണെങ്കിലും 4/7 ഒരാൾക്ക് കിട്ടും, 7ൽ 3 ഭാഗം അടുത്ത ആൾക്കും കിട്ടും. ഇനി രണ്ടാമത് ഭാഗിച്ചപ്പോഴാണ് ഷാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് 640 രൂപ കുറവാണ് കിട്ടുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പം മൊത്തത്തിൽ എത്ര തുകയുണ്ടെന്ന് നമുക്കറിയത്തില്ല. ആ തുക വേണമെങ്കിൽ നമ്മൾക്ക് എക്സ് എന്ന് കൊടുക്കാം. ഈ എക്സ് എന്ന് പറയുന്ന ആൽഫബറ്റ് ഇടുന്നത് കൊണ്ട് നിങ്ങൾ ടെൻഷൻ ഒന്നും അടിക്കരുത്. കാരണം നമ്മൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പോഴേ നിങ്ങൾ വിചാരിക്കും ടഫ് സ്റ്റെപ്പുകളാണ്
വലിയ കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്, ഒന്നുമില്ല കേട്ടോ. അപ്പം ഇവിടെ എന്താണ്, ആദ്യം രണ്ടാമത് ഭാഗിച്ചപ്പോൾ ഷാനിന് 640 രൂപ കുറവാണ് കിട്ടിയത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, ആദ്യത്തെ കിട്ടിയതിൽ നിന്നും രണ്ടാമത്തെ കുറയ്ക്കുമ്പോൾ എത്രയാണ്, 640 രൂപയാണ് കുറവ് വന്നിരിക്കുന്നത്. അപ്പം മൊത്തം തുകയിലെ 5/9x മൈനസ് രണ്ടാമത്തെ കേസിൽ 3/7x എന്ന് പറയുന്നത് 640 രൂപയാണ്. അതായത് അല്ലേ, കുറവാണ്. രണ്ടാമത്തെ ഇതില് വീതിച്ചപ്പം ഷാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് 640 രൂപ കുറവാണ് കിട്ടിയത്. അതിന്റെ അർത്ഥം എന്താണ്, ആദ്യം കിട്ടിയതും രണ്ടാമത് കിട്ടിയതും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ പറയുന്ന 640 രൂപ അല്ലേ. എന്നിട്ട് എന്താണ്, അപ്പൊ ഇതിനകത്തുനിന്ന് നമുക്ക് തുക കണ്ടുപിടിക്കാമല്ലോ. ആദ്യത്തെ തുകയിലെ 5/9, 9ൽ 5 ഭാഗം എന്ന് പറയുന്നതും രണ്ടാമത് 7/3 മാത്രമാണ് കിട്ടിയത്. അപ്പൊ അങ്ങനെ രണ്ടിലും വന്ന വ്യത്യാസമാണ് ഈ പറയുന്ന 640 രൂപ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്തുനിന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാലോ. എന്താ, ഇതിങ്ങനെ വേണമെങ്കിൽ നമ്മൾക്ക് ക്രോസ് മൾട്ടിപ്ലൈ 7 × 5 35x മൈനസ് 27x ബൈ 9 × 7 63 ഈക്വൽ ടു 640. ഇനി ബാക്കി ഇവിടോട്ട് എഴുതാം കേട്ടോ. അപ്പൊ 35 മൈനസ് 27 എത്രയാണ്, അത് 8x അല്ലേ. 8x ഈക്വൽ ടു ഈ 63 ഇങ്ങോട്ടും. അപ്പൊ നമുക്ക് ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ 640 × 63. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് തുകയാണ്, അതായത് എക്സ്. 640 × 63/8. ഓക്കെ, ഇത്രയും വരെ മനസ്സിലായല്ലോ. ഇനി എന്താ ചെയ്യണ്ടേ, ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. 80 8 വെട്ടി, പിന്നുള്ളത് 63 × 8 ആണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ പോരെ. 3 24 50. സോ 5040 ആണ് ഇവരുടെ കയ്യിലുള്ള തുക. ഏതാണ് ഓപ്ഷൻ വരുന്നത്, ഓപ്ഷൻ സി 5040 ആണ് ആൻസർ വരുന്നത്. ഒന്നുമില്ല, രണ്ട് റേഷ്യോയിൽ, രണ്ട് അംശബന്ധങ്ങളിൽ വീതിച്ചപ്പോൾ രണ്ടാമത്തെ വ്യക്തി ഷാനിന് 640 രൂപ കുറവാണ് കിട്ടുന്നത്. അതിന്റെ അർത്ഥം എന്താണ്, ആദ്യം കിട്ടിയ തുകയും രണ്ടാമത് കിട്ടിയ തുകയും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ പറയുന്ന 640. മൊത്തം തുക എത്രയായിരുന്നു എന്നുള്ളതായിരുന്നു നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആ തുക എന്ന് പറയുന്നത് നമ്മൾ എക്സ് ആയിട്ട് കൊടുത്തു. എന്നിട്ട് എന്താണ്, ടോട്ടൽ തുകയിലെ 5/9x ആണ് ആദ്യം കിട്ടിയത്, രണ്ടാമത് കിട്ടിയത് 3/7x. അപ്പൊ ഈ കിട്ടിയ രണ്ട് തുകകളിൽ വരുന്ന വ്യത്യാസമായിരുന്നു 640. അപ്പൊ അതിനകത്തുനിന്ന് എത്രയാണ് മൊത്തം തുക എന്നുള്ളതാണ് നമ്മൾ അവിടെ കണ്ടുപിടിച്ചത്. എത്രയാണ്, 5040. ഓക്കെ, ഇനി നോക്കിക്കേ, അടുത്ത ഒരു ബോട്ട് മാസിലെ ചോദ്യം നമുക്ക് ചെയ്യാം. അത് ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എങ്കിലും അത്രയും പ്രയാസമൊന്നുമില്ല. നോക്കിക്കേ, 15 + 33 ഡിവൈഡഡ് ബൈ 11 ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ 3 മൈനസ് 10 അല്ലേ. എങ്ങനെയാണ് നമ്മൾ ആദ്യം ബോട്ട് മാസ് കണ്ടുപിടിക്കുന്നത്, ആദ്യം നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം അല്ലേ. ബ്രാക്കറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ബ്രാക്കറ്റിനകത്ത് എന്തെങ്കിലും ഇത് കണക്ക് വരുമ്പോൾ അത് ആദ്യം ചെയ്യണം. അത് കഴിഞ്ഞ് ഓഫ് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് ഗുണനം തന്നെയാണ്. പിന്നെ ഡിവിഷൻ, ഹരിക്കുക, പിന്നീട് മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ ലാസ്റ്റ് കൂട്ടുക, കുറയ്ക്കുക. അപ്പൊ ആദ്യം നമ്മൾ ഏതാ ചെയ്യേണ്ടത്, ഇത് അല്ലേ, ബ്രാക്കറ്റിലുള്ളത്. അപ്പൊ 15 + 33 ഡിവൈഡ് ബൈ 11 ഇൻറ്റു 12 ഡിവൈഡ് ബൈ 3 എത്രയാണ്, 4 മൈനസ് 10. അടുത്ത എന്താ നമ്മൾ ചെയ്യേണ്ടത്, അടുത്ത നമ്മൾ കൊടുക്കേണ്ടത് ഹരിക്കണം. അപ്പൊ 15 + 33 ഡിവൈഡ് ബൈ 11 എത്രയാണ്, 3 ഇൻറ്റു 4 മൈനസ് 10. അടുത്ത ഏതാ ചെയ്യേണ്ടത്, ഗുണിക്കണം. അപ്പൊ 15 + 3 ഇൻറ്റു 4 12 മൈനസ് 10. ഇനി എന്ത് ചെയ്താൽ മതി, കൂട്ടി കുറച്ചാൽ മതി. 15 + 12 27, 27 മൈനസ് 10 17. ഏതാ ഓപ്ഷൻ, 17. ഈ ഒരു റൂള് ഫോളോ ചെയ്ത് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് തെറ്റും. ബ്രാക്കറ്റ് ആദ്യം നമ്മൾ ഓപ്പൺ ചെയ്തു, 12 ഡിവൈഡ് ബൈ 3 4, പിന്നെ നമ്മൾ ഡിവിഷൻ ആണ് ചെയ്തത്. 33 ഡിവൈഡ് ബൈ 11, 11 ഹരിച്ചപ്പം 3 കിട്ടി. അപ്പൊ 15 + 3 ഇൻറ്റു 4. പിന്നെ നമ്മൾ ഗുണിച്ചു, 15 + 12 മൈനസ് 10. അപ്പൊ എത്ര കിട്ടിയത്, 17. ഓക്കെ, സോ ഓപ്ഷൻ ബി 17 ആണ് നമ്മൾക്ക് ആൻസർ കിട്ടിയത്. ഓക്കെ അല്ലേ. ഇനി നോക്കിയേ, ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് നോക്കാം. അതായത് താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ
ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിൽ ക്രമീകരിച്ചാൽ ആദ്യം വരുന്ന വാക്ക് ഏത്? ഇത് എപ്പോഴും ഉള്ളൊരു ഡിക്ഷണറിയിൽ നമ്മൾ എന്താണ് അക്ഷരമാല ക്രമം, അതായത് ആൽഫബറ്റിക് ഓർഡറിലൊക്കെ എഴുതുമ്പോൾ ഏത് രീതിയിലാണ് വരുന്നതെന്നുള്ളത്. ആദ്യം നോക്കിക്കേ, ക്ലൗഡ്, മിഡിൽ, ചെയിൻ, ഗ്രണ്ട്. നമുക്ക് എല്ലാവർക്കും ആൽഫബറ്റ്സ് അറിയാം, അക്ഷരങ്ങൾ അറിയാം അല്ലേ? അപ്പൊ ആദ്യം ഏതാണ്? ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ സി ആണ് ആദ്യം വരുന്നത്. അപ്പോഴും നമുക്ക് ഈ മിഡിലും ഗ്രണ്ടും ഒക്കെ പോകും. സി വെച്ച് വരുന്ന രണ്ട് വാക്കുകളാണ് ചെയിനും ക്ലൗഡും. ഇനി ആദ്യത്തെ വാക്ക് നോക്കിക്കഴിഞ്ഞാൽ സി കഴിഞ്ഞ് അടുത്ത ഏതാണ് വരുന്നത്? എൽ ആണ്. പക്ഷെ ഇവിടെ ഏതാണ് വരുന്നത്? സി കഴിഞ്ഞ് എച്ച് ആണ് വരുന്നത്. അപ്പൊ എല്ലിന് മുന്നേ ആരാ വരുന്നത്? എച്ച് ആണ്. അപ്പൊ ഇതും എന്തായി? ക്യാൻസൽ ആയി. പിന്നെ അക്ഷരമാലാ ക്രമത്തിൽ ക്രമീകരിച്ചാൽ ആദ്യം വരുന്ന വാക്ക് ഏതാണ്? ചെയിൻ ആണ് ആദ്യം വരുന്ന വാക്ക്. അതുപോലെ ലാസ്റ്റ് നോക്കിക്കേ, നമ്മളുടെ ഇത് കോഴ്സിൽ സ്പെഷ്യൽ ടോപ്പിക്, അതായത് LD ടൈപ്പിസ്റ്റ് 2026 ഫ്രീ ക്വിസ് ആണ്. ഓക്കെ, ഫ്രീ ക്വിസ് ആണ്. നിങ്ങളത് ഇത് ആപ്പിൽ കയറി ചെയ്ത് നോക്കുക. ഫ്രീ ക്വിസ് ആണ്. ഇപ്പോൾ തന്നെ നിങ്ങൾ ശ്രമിക്കുക. LD ടൈപ്പിസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഫ്രീ ക്വിസ് ആണ്. ഫ്രീ ക്വിസ് ആണ്. നിങ്ങളുടെ ടൈം എപ്പോഴാണോ നിങ്ങൾക്ക് സമയം കിട്ടുന്നത്, ആപ്പിൽ കയറി നിങ്ങൾ എന്ത് ചെയ്യും? ഫ്രീ ക്വിസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക. വളരെ ബെനഫിഷ്യൽ ആയിരിക്കും. ഒരുപാട് ക്വസ്റ്റ്യൻസും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മൾക്ക് എന്താണ് ഫെമിലിയർ ആവും. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു അവസരം വിനിയോഗിക്കുക. ഓക്കെ, അതുപോലെ ഈ 2025 കറണ്ട് അഫയേഴ്സിന്റെ ക്വിസ് ഉണ്ട്. 2025 എന്നുള്ളൊരു വർഷത്തിൽ എന്തൊക്കെ കറണ്ട് അഫയേഴ്സുകൾ ഉണ്ടായിട്ടുണ്ടോ, അപ്പൊ ആ കറണ്ട് അഫയേഴ്സിന് മാത്രം വരുന്ന ക്വിസ് ആണ്. 20 ലെവലാണ്, 20 ലെവൽസ് ആണ്. ഓരോ നിങ്ങൾ തന്നെ ചെയ്യുന്ന അനുസരിച്ച് ഓരോ ലെവലപ്പ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പം വെറും 59 രൂപ മാത്രമേ ഉള്ളൂ. അതായത് 70% ഓഫ് ആണ്. ഇപ്പോഴും ഓഫർ ഉണ്ട്. ഇപ്പൊ ഫെബ്രുവരി 10 എൻഡ് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ പോലും ഇപ്പോഴും ഓഫർ ഉണ്ട്. 70% ഓഫ് ആണ് വരുന്നത്. 500 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 20 ലെവൽസ് ഉണ്ട്. അപ്പോൾ ഓരോ ലെവൽ ചെയ്യുന്ന അനുസരിച്ച് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ എന്താണ് വിലയിരുത്താൻ സാധിക്കും അല്ലേ? നിങ്ങൾ എത്ര ലെവൽ പോകാനായിട്ട് പറ്റുന്നുണ്ട്, ഈ ഒരു കറണ്ട് അഫയേഴ്സുമായിട്ട് എത്രത്തോളം നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതൊക്കെ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ക്വിസ് അറ്റൻഡ് ചെയ്യുമ്പോൾ മനസ്സിലാക്കും അല്ലേ? 59 റുപ്പീസേ ഉള്ളൂ. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. 2025, അതായത് ഈ ഒരു വർഷം കംപ്ലീറ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കറിയാമല്ലോ അല്ലേ? അപ്പം ഓരോ ലെവൽസ് അനുസരിച്ച് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക. 20 ലെവൽസ് ഉണ്ട്. അറ്റൻഡ് ചെയ്യുക. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയായിരുന്നു. അപ്പൊ എന്താ പറയുന്നത്, ചില ക്വസ്റ്റ്യൻസ് എളുപ്പമായിരിക്കാം, ചിലർക്ക് ചില ക്വസ്റ്റ്യൻസ് ഡിഫിക്കൽട്ടായിട്ട് തോന്നാം. പക്ഷെ PSCയുടെ മാത്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ ലെവൽസും പഠിക്കണം അല്ലേ? ഈസി ക്വസ്റ്റ്യൻസ് കാണും, മോഡറേറ്റ് ക്വസ്റ്റ്യൻസ് കാണും, ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് കാണും. ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഏത് ലെവൽ എക്സാം എഴുതാൻ പോയാലും നമ്മൾ എന്ത് ചെയ്യണം? അതുമായിട്ട് ഫെമിലിയർ ആയിരിക്കണം. കൂടുതൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏതൊക്കെ റിസോഴ്സസിൽ നിന്നും ക്വസ്റ്റ്യൻസ് കിട്ടുന്നു അതനുസരിച്ച് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ടെസ്റ്റ് സീരീസ് ഒക്കെ ഉണ്ട്, ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യുക. അതുമല്ല ഒരേ ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്പേഴ്സ് മാറ്റിയിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക അല്ലേ? അപ്പം നമ്മളിപ്പോൾ ഡിഫിക്കൽട്ട് ലെവൽ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ അയ്യോ ഈ ക്വസ്റ്റ്യൻസ് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞ് അത് മാറ്റി വെക്കരുത്. നിങ്ങൾക്ക് നല്ല മൈൻഡ് സെറ്റിൽ ഇരിക്കുന്ന സമയത്ത് ആ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് വർക്കൗട്ട് ചെയ്യുക. ഓരോ ക്വസ്റ്റ്യൻസിന്റെ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്യുക. ഷോർട്ട് കട്ട് മെത്തേഡ്സ് പഠിച്ചിട്ട് പോവുക. ഇപ്പൊ ചില ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ചെയ്യുമ്പോൾ കിട്ടുന്നില്ല എങ്കിൽ എന്താണ് അതിനുവേണ്ടി സമയം കളയാതെ സ്കിപ്പ് ചെയ്യുക. ബാക്കി ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. ലാസ്റ്റ് ഒരു 5 or 10 മിനിറ്റ്സ് ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് വന്ന് അറ്റൻഡ് ചെയ്തിട്ട് പോവുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മളെ തന്നെ ഒന്ന് ലെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, താങ്ക് യു.